നമ്മൾക്ക് എല്ലാ മാസവും കിട്ടാവുന്ന ഓഫർ, അതിൽ ഡിസംബർ മാസം, ഈ ഒരു മാസം നമുക്ക് ലഭിക്കുന്ന ഓഫറുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒരു ന്യൂ ജോയിനേഴ്സിന്, ഇപ്പം നിങ്ങളോടൊപ്പം പുതുതായി ജോയിൻ ചെയ്ത ഐ ഡി എടുത്ത് ഇതുപോലെ ഒരു സാധനം പോലും പർച്ചേസ് ചെയ്യാതെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാത്ത വ്യക്തികൾ അവരുടെ ഫസ്റ്റ് പർച്ചേസിങ് ചെയ്യുന്ന സമയത്തുള്ള ഓഫറാണ്. അവരുടെ ഇൻവോയ്സ് 2100 രൂപക്ക് മേലെയാണെങ്കിൽ അവർക്ക് ഒരു ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. ഷാമ്പു ആണ്, അഷ്യൂർ ഹെയർ ഫാൾ ഷാമ്പു ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി ജോയിൻ ചെയ്ത സമയത്ത് അവർക്ക് ഒരിക്കലും ഈ ഓഫറുകളെ കുറിച്ച് അറിയത്തില്ല. അവർ പ്രസന്റേഷനിൽ കേൾക്കുമ്പോൾ 10% ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട് എന്ന് പറയാറുണ്ട്. ഒരു ന്യൂ ജോയിനേഴ്സിന് 10% ഫ്രീ പ്രൊഡക്റ്റ് റീപർച്ചേസിങ്ങിലാണ് കാണിക്കുന്നത്. പക്ഷെ ന്യൂ ജോയിനേഴ്സിനും ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. ന്യൂ ജോയിനേഴ്സിന് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തി ഒരു പർച്ചേസിങ് മോഡ് നമ്മൾ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ അവർ 1000 രൂപക്കോ അല്ലെങ്കിൽ 1200 1500 ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തി ലിസ്റ്റ് തരികയാണ്, അവർ 1400 ലിസ്റ്റ് തരികയാണെങ്കിൽ അവരോട് പറയാം, ഫസ്റ്റ് പർച്ചേസിങ് 1500 രൂപയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെലിവറി ഫ്രീ ആണ്. ഫസ്റ്റ് പർച്ചേസിങ് 1500 ചെയ്യുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ, 65 രൂപ ലാഭമാണ്. ചിലപ്പോൾ ആ വ്യക്തി 1400 വ്യക്തി 1500 ആക്കി മാറ്റുന്നുണ്ടോ. അവരോട് അടുത്ത പറയേണ്ടത്, നിങ്ങൾക്ക് 2100 ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഷാമ്പു ഫ്രീ ഉണ്ട്. 171 റുപ്പീസിൻ്റെ ഷാമ്പു ഫ്രീ ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും, ചില ആൾക്കാർ വേണ്ടാന്ന് പറയുന്നുണ്ടാവും, പൈസ ബുദ്ധിമുട്ട് നോക്കിയിട്ട്. പക്ഷേ ഈ ഓഫറുകൾ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ന്യൂ ജോയിനേഴ്സിന് അവരുടെ ആദ്യത്തെ പർച്ചേസിങ്ങിൽ മാസം അവസാനം വരെ, ഈ 2 മുതൽ അവരുടെ മാസം അവസാനം വരെ എപ്പോൾ ചെയ്തു കഴിഞ്ഞാലും ഈ ഷാമ്പു പുതിയ ജോയിനേഴ്സിന് കിട്ടും കേട്ടോ. കാരണം 18-ാം തീയതി വരെയാണ് നമുക്ക് എല്ലാ ഫ്രീ പ്രൊഡക്റ്റും കിട്ടുന്നതെങ്കിൽ ന്യൂ ജോയിനേഴ്സ്, ഇപ്പോൾ 20-ാം തീയതി ജോയിൻ ചെയ്ത വ്യക്തിയായാലും 30-ാം തീയതി ജോയിൻ ചെയ്ത വ്യക്തിക്കും ആ ഓഫർ കിട്ടും. ഓക്കെ, ഇതാണ് ഒരു ന്യൂ ജോയിനേഴ്സിനുള്ള ഓഫർ. ഫസ്റ്റ് ഇൻവോയ്സിലോ കിട്ടും കേട്ടോ. രണ്ടാമത്തെ ഇൻവോയ്സ് ഇതിലുണ്ടാവില്ല. ഫസ്റ്റ് ഇൻവോയ്സിൽ 2100 രൂപക്ക് മേലെ. ഇനി ബാക്കി എല്ലാവർക്കും ജോയിൻ ചെയ്ത് ഫസ്റ്റ് പർച്ചേസിങ് കഴിഞ്ഞ് എല്ലാവർക്കും റീപർച്ചേസിങ് ഓഫർ, കഴിഞ്ഞ മാസം ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കും അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കും എല്ലാം ഈ ഒരു ഓഫർ ഉണ്ട്. ഇതിന്റെ പ്രത്യേകത, നിങ്ങൾ ചെയ്യുന്ന ഇൻവോയ്സിൽ ഒരു 750 രൂപക്ക് മേലെ ഉണ്ടെങ്കിൽ, ചില ആൾക്കാർ ശ്രദ്ധിക്കത്തിണ്ടാവില്ല, 700 രൂപക്ക് ചെയ്യും അല്ലെങ്കിൽ 650 ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, 750 രൂപക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പേസ്റ്റ് ഫ്രീ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 1500 രൂപക്കാണെങ്കിൽ 2 പേസ്റ്റായി, മൾട്ടിപ്പിൾ ആണ് കേട്ടോ. ഈ 750 മൾട്ടിപ്പിൾ ചെയ്ത് എപ്പോഴും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളെല്ലാം. 1400 ചെയ്താൽ ഒറ്റ പേസ്റ്റേ കിട്ടുള്ളൂ, 1300 ചെയ്താൽ ഒരു പേസ്റ്റേ കിട്ടുള്ളൂ, 750 ചെയ്താലും ഒരു പേസ്റ്റേ കിട്ടുള്ളൂ. അത് 1500 ആക്കുകയാണെങ്കിൽ 2 പേസ്റ്റ് ഫ്രീ ഉണ്ട്. അത് 2 പേസ്റ്റ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള വൗച്ചർ, ക്യാഷ് വൗച്ചർ കിട്ടും. ക്യാഷ് വൗച്ചർ, പ്രൊഡക്റ്റ് വൗച്ചർ കിട്ടും. അതൊരിക്കലും ക്യാഷായിട്ട് കിട്ടത്തില്ല, പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കണം. അതുകൊണ്ട് ഈ വൗച്ചറിന്റെ പുറകെ പോവാതെ ഫ്രീ പ്രൊഡക്റ്റ് തന്നെ സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ. പല ആൾക്കാർ 70 കാണുമ്പോൾ 70 രൂപയാന്ന് വെച്ചിട്ട് അത് സെലക്ട് ചെയ്ത്, 70 രൂപയല്ല, അത് പ്രൊഡക്റ്റേ കിട്ടത്തുള്ളൂ. ആ പ്രൊഡക്റ്റിന് PV കയറത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ മാക്സിമം അത് എടുക്കാൻ ശ്രമിക്കുക, വൗച്ചറിന്റെ പുറകെ പോകാതിരിക്കുക. ഓക്കെ, 750 ഒരു പേസ്റ്റ്, 1500 2 പേസ്റ്റ്, അത് 3000 4 പേസ്റ്റ് കേട്ടോ. നമ്മൾ 100 PV ഒക്കെ ചെയ്യുന്ന ആൾക്കാർ 3000 മേലെ വരും. അപ്പോൾ 4 പേസ്റ്റ് വരുന്നുണ്ടാവും. അത് 3750 5 പേസ്റ്റ് ഉണ്ടാവും. 100 PV ചെയ്യുന്ന ആൾക്കാർ കുക്കിംഗ് ഓയിലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അത് 3650 വരുന്നുണ്ടാവും. അപ്പോൾ അത് 3750 ആക്കി കഴിഞ്ഞാൽ 5 പേസ്റ്റ് ഫ്രീ ഉണ്ട്. ഇനി 1600 ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗാനോ പേസ്റ്റ് ഫ്രീ ഉണ്ട്, ഒരു ഗാനോ പേസ്റ്റ്. 3200 ഉണ്ടെങ്കിൽ 2 ഗാനോ പേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ആ ഓഫറുകൾ നോക്കി മൾട്ടിപ്പിൾ ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിരവധി ബെനിഫിറ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. 5 പേസ്റ്റൊക്കെ അല്ലെങ്കിൽ 4 പേസ്റ്റൊക്കെ ഫ്രീ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുതിയ 4 കസ്റ്റമറെ കണ്ടുപിടിക്കാനും അവർക്ക് ഈ പേസ്റ്റ് കൊടുത്തുകൊണ്ട് അവരുടെ ബിസിനസ്സിൽ തുടക്കക്കാരനാക്കി മാറ്റാനും സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഇൻവോയ്സ് 4250 മേലെ ഉണ്ടെങ്കിൽ നമുക്കൊരു സ്പിരുലിന വേണമെങ്കിൽ സ്പിരുലിന എടുക്കാം. അത് വേണമെങ്കിൽ, അതല്ലെങ്കിൽ അഗ്രി 82ന്റെ 100 ml 3 ബോട്ടിൽ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. ഇത് 4250 മേലെ ഉണ്ട്. ഇത് വേണ്ട എങ്കിൽ നമുക്ക് പേസ്റ്റ് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. 750 മൾട്ടിപ്പിൾ ചെയ്ത് അത്രയും പേസ്റ്റ് നമുക്ക് അവിടെ വരുന്നുണ്ടോ. ഇനി 6300 ഓർഡറാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അഗ്രി പ്രൊട്ടക്റ്റിന്റെ ഒരു പാക്കറ്റ് ഫ്രീ കിട്ടുന്നുണ്ടോ. ഇത് വേണ്ട എങ്കിൽ നമുക്ക് പേസ്റ്റ് എടുക്കാൻ പറ്റും. ഏത് വേണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റ് എടുക്കാൻ പറ്റും. അത് മൾട്ടിപ്പിൾ ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഓഫറുകൾ എല്ലാവരും മനസ്സിലാക്കുക. ഇത് ഇന്ന് മുതൽ 18-ാം തീയതി വരെ മാത്രമേ ഈ ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ടാവും. 19-ാം തീയതി ചെയ്താൽ കിട്ടത്തില്ല കേട്ടോ. പല ആൾക്കാരും അത് കഴിഞ്ഞ ശേഷം പർച്ചേസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ 18-ാം തീയതിക്കുള്ളിൽ തന്നെ
ബിസിനസ് സീരിയസ് ആയി സ്റ്റാർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ഈ ഫ്രീ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ചെയ്യട്ടോ. വേറൊരു കാര്യം ശ്രദ്ധിക്കുക, 18-ാം തീയതി എന്ന് പറഞ്ഞാൽ ഈ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നത് മാത്രമാണ്, കൺസിസ്റ്റൻസി അല്ല. പല ആൾക്കാരും സാറ് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ടെന്നല്ലോ 18-ാം തീയതി ചെയ്ത ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുള്ളത്. ഈ ഫ്രീ പ്രൊഡക്റ്റ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴുള്ള ഫ്രീ പ്രൊഡക്റ്റ് ആണ് കേട്ടോ, കൺസിസ്റ്റൻസി അല്ല. അത് വേറെയാണ്, അതിൻ്റെ ഡേറ്റ് വേറെയാണ്. ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. ഇതാണ് കൺസിസ്റ്റൻസി. ഓക്കെ, ഇതിന്റെ പ്രത്യേകത ഡേറ്റ് ശ്രദ്ധിച്ച് കേൾക്കുക. 2 മുതൽ 14-ാം തീയതി വരെ ഡേറ്റ് കേട്ടോ. ഇന്ന് മുതൽ ഇനി വരുന്ന 14-ാം തീയതി വരെ, ഡിസംബർ 14-ാം തീയതി വരെയുള്ള ഡേറ്റിലാണ് ഈ കൺസിസ്റ്റൻസി ഓഫർ ഉണ്ടാവുക. അതിന്റെ പ്രത്യേകത, നിങ്ങൾ 60 PBക്കോ 100 PBക്കോ അത്ര വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. 60 PB ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് 4 മാസം തുടർച്ചയായി 14-ാം തീയതിക്കുള്ളിൽ ചെയ്ത് കഴിഞ്ഞാൽ 5-ാമത്തെ മാസം 20-ാം തീയതി ആകുമ്പോൾ നിങ്ങൾക്ക് 1250 രൂപയുടെ ഒരു വൗച്ചർ കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള സാധനം സെലക്ട് ചെയ്യാം. അത് 2-3 ഐറ്റംസ് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് മിസ്റ്റർ ഓഫ് മിലാൻ്റെ പ്രൊഡക്റ്റും വെല്ലേനോയുടെ പ്രൊഡക്റ്റും സ്കിൻ ഫോർമുല 9ഉം ഡീവ് ഗാർഡിൻ്റെ പ്രൊഡക്റ്റ്, ഈ 4 കാറ്റഗറി നമുക്ക് ആ ഫ്രീ പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ബാക്കിയെല്ലാം ഉൾപ്പെടുത്താൻ പറ്റും. 1250 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റാണ്. അത് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് 60 PB ചെയ്യുന്ന വ്യക്തിക്കാണ്. 4 മാസം തുടർച്ചയായി ചെയ്യും വേണം. ഒന്ന് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് കിട്ടുന്ന അടുത്തൊരു ഓഫറാണ് 100 PB കൺസിസ്റ്റൻസി. ഇതാണ് നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നത്. ഇത് 100 PBയുടെ 4 മാസം തുടർച്ചയായി, അത് 2 മുതൽ 14-ാം തീയതിക്കുള്ളിൽ ഡേറ്റ് തന്നെ ചെയ്യണം കേട്ടോ. ഡേറ്റ് ഓർമ്മ വേണം. 2 മുതൽ 14-ാം തീയതി വരെ കൺസിസ്റ്റൻസിയാണ്. അത് 100 PB തുടർച്ചയായി 4 മാസം. ഇത് ഈ മാസം തുടങ്ങുന്ന വ്യക്തിയാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസം തുടർച്ചയായി 100 PB ചെയ്ത് കഴിഞ്ഞാൽ 5-ാമത്തെ മാസം 20-ാം തീയതി ആകുമ്പോൾ നിങ്ങൾക്ക് 2515 രൂപയുടെ വൗച്ചർ വരും. നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഒരു വ്യക്തിക്ക് 100 PBയുടെ 4 കൺസിസ്റ്റൻസി എങ്കിലും ചെയ്യാൻ സാധിക്കും. അതിൽ കൂടുതൽ പറ്റത്തില്ല. പിന്നെ ഒരു 60 PB ചെയ്യാം. അങ്ങനെ 460 PBയുടെ കൺസിസ്റ്റൻസിയാണ് ഒരു വ്യക്തിക്ക് 14-ാം തീയതിക്കുള്ളിൽ ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ 10,000 പ്ലസ് 11,000, ഏകദേശം 12,000 രൂപക്ക് അടുത്തുള്ള ഫ്രീ പ്രൊഡക്റ്റ് അവിടെ മാത്രം ഈ 14-ാം തീയതിക്കുള്ള ഡേറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന് ശേഷവും ഒരു ഓഫർ ഉണ്ട്, അത് പറഞ്ഞുതരാം. ഈ കൺസിസ്റ്റൻസിയുടെ കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന എല്ലാ ആൾക്കാർക്കും. ഇതാണ് അതിന് ശേഷമുള്ള ഓഫർ, കൺസിസ്റ്റൻസിക്ക് ശേഷമുള്ള ഓഫർ. ഇപ്പം നിങ്ങൾ കൺസിസ്റ്റൻസി ചെയ്യുന്ന ഒരാളാണെങ്കിൽ 100 PB ചെയ്ത വ്യക്തിയാണ്, 14-ാം തീയതിക്കുള്ളിൽ 100 PB ചെയ്തു. അതിനുശേഷവും നിങ്ങൾക്ക് സാധനത്തിൻ്റെ ആവശ്യകത വന്നു, പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 15 മുതൽ 27-ാം തീയതി വരെ ഒരു ഡേറ്റ് ഉണ്ട്. ഈ ഡേറ്റിനുള്ളിൽ നിങ്ങൾ 100 PB ചെയ്തതിന് ശേഷം ഒരു 20 PBക്ക് മേലെ എത്ര ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം അൻസാർ ഭായി വീഡിയോ ഓണാക്കി അൻസാർ ഭായി പറയാം, അൻസാർ ഭായി 100 PB ഓൾറെഡി 14-ാം തീയതിക്കുള്ളിൽ ചെയ്തുവാണ്. അൻസാർ ഭായിക്ക് 15-ാം തീയതി ആകുമ്പോൾ ഒരു കസ്റ്റമർ ഒരു ഓർഡർ ചോദിച്ച് കുറച്ച് സാധനം വേണം, ഒരു കുക്കിംഗ് ഓയിൽ കുറച്ച് സാധനം അത്യാവശ്യമുണ്ട് പറഞ്ഞപ്പോൾ പല ആൾക്കാരും എന്താ ചെയ്യുക, അടുത്ത മാസം കൺസിസ്റ്റൻസിക്ക് ചെയ്യാനുള്ള സാധനമാണെന്ന് വെച്ചാൽ മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. ഇതവിടെ വെക്കാം, അടുത്ത മാസം ചെയ്യാം. ചില സമയത്ത് അടുത്ത മാസം കാത്തിരിക്കുമ്പോൾ അവർ കുക്കിംഗ് ഓയിൽ വേറെ വാങ്ങിച്ച് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവർക്ക് ആ കസ്റ്റമർ നമുക്ക് നഷ്ടപ്പെടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആ സാധനം 15-ാം തീയതി ശേഷം അവർക്ക് വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിലും വീണ്ടും ഓഫറുണ്ട്. 100 PB ഈ മാസം ഡിസംബർ മാസം നിങ്ങൾ ചെയ്യുന്നു, 15-ാം തീയതി ശേഷം നിങ്ങൾ മിനിമം ഒരു 20 PBക്ക് മേലെ എത്ര വേണമെങ്കിലും ചെയ്യാം കേട്ടോ. 20 PB മിനിമം ഉണ്ടായിരിക്കണം. അത് എത്ര വേണമെങ്കിലും ചെയ്യാം. 4 മാസം അതും തുടർച്ചയായി ചെയ്യണം. ഇപ്പം അൻസാർ ഭായി ഈ മാസമാണ് പുതിയ കൺസിസ്റ്റൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. 100 PB ചെയ്തു 14-ാം തീയതിക്കുള്ളിൽ. 15-ന് ശേഷം വീണ്ടും ഒരു 100 PB ചെയ്യാമെന്ന് വെച്ചോ. 100 PB അത് 4 മാസം മെയിൻറ്റെയിൻ ചെയ്യുന്നു. 100 × 4 400 × 4 രൂപ എന്ന് വെച്ചാൽ 1600 ഒരു എക്സ്ട്രാ വൗച്ചറും കൂടെ അൻസാർ ഭായിക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ ചില ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചാൽ 460 PBയുടെ കൺസിസ്റ്റൻസി ചെയ്യും. വീണ്ടും 15-ാം തീയതി ശേഷം 400 PB 860 PBയുടെ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർക്ക് ഏകദേശം 20,000 രൂപ കടത്തിൽ പ്രൊഡക്റ്റ് ഫ്രീ ആണ്. 5-ാമത്തെ മാസം അത്രയ്ക്കും ബെനിഫിറ്റ് അവിടെ നമുക്കുണ്ട്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ 20,000 രൂപയൊക്കെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന ആൾക്കാർ നമ്മുടെ ടീമിലുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, വെറുതെ വരുന്നില്ല. ഇതുവരെ ആരും അതിനെക്കുറിച്ച് സംശയം ചോദിച്ചില്ല, അതെങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ, ആരും പറയുന്നത് കേട്ടിട്ടില്ല. ഇങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 460 PB 14-ാം തീയതിക്കുള്ളിൽ ചെയ്യും. ബാക്കി 400 PB 400 അതിൽ കൂടുതലുണ്ടാവും ഇതിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഏകദേശം 20,000 രൂപക്കൊക്കെ 5-ാമത്തെ മാസം ഫ്രീ പ്രൊഡക്റ്റ് എടുത്ത് കസ്റ്റമർക്ക് കൊടുത്ത് ആ പൈസ അവരെടുക്കുന്നുണ്ട്.
ഒരു വർഷത്തിൽ 80,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്, അറിയോ? ഒരു വർഷത്തിൽ 80,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് എടുത്ത് കസ്റ്റമർക്ക് കൊടുത്ത് അത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ്, മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, എല്ലാത്തിനെയും നെഗറ്റീവായി കാണുന്നത് കൊണ്ടാണ്. ബിസിനസ്സിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കസ്റ്റമർ ഒരുപാട് ആൾക്കാർക്കുണ്ട്. കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ നമുക്കത് ഈ ഓഫറുകൾ എടുക്കാൻ പറ്റും. എന്ന് വെച്ച് പ്രൊഡക്റ്റ് വിൽപ്പനയുടെ പിറകെ പോവാതിരിക്കുക. പ്രൊഡക്റ്റ് വിൽപ്പന പിറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് ബിസിനസ് ലൈഫ് ലോങ് കിട്ടത്തില്ല. നമ്മുടെ ആക്റ്റീവ് ഇൻകം മാത്രമായി മാറിപ്പോകുന്നു. കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നെറ്റ്വർക്ക് ക്രിയേഷൻ ചെയ്യാം. ഇതൊരു ഓഫർ, ഈ മാസത്തെ ഒരു ഓഫറാണ്. 3200, നിങ്ങളുടെ ഇൻവോയ്സ് 3200 രൂപക്ക് മേലെ ചെയ്യുന്ന ഇൻവോയ്സിൽ ഈ കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ടാവണം. സ്കിൻ ഫോർമുല 9, മിസ്റ്റർ ഓഫ് മിലാൻ, വെലേനോ, ഡ്യൂ ഗാർഡൻ ഐറ്റംസ്. നമ്മുടെ യൂത്ത് എലിക്സർ, ബ്ലമിഷ് ജെല്ലി, കണ്ണിനുള്ളിലെ അകർത്ത പാടം, അണ്ടർ ഐ സെറം, ഡ്യൂ ഗാർഡൻ്റെ സാനിറ്ററി നാപ്കിൻ, മിസ്റ്റർ ഓഫ് മിലാൻ ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് 3200 രൂപക്കുള്ള ഐറ്റംസ് അത് മുഴുവനാണെങ്കിൽ നിങ്ങളുടെ ഫ്രീ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം കൂടെ അതിനകത്ത് കാണും. ഒരു വെജിറ്റബിളൊക്കെ നമുക്ക് ഇതാക്കി എടുക്കാൻ സാധിക്കുന്ന ഗ്ലോറി പുഷ് ചോപ്പർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. വണ്ടർഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണ് ഇത്. നമുക്ക് ഫ്രീ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പേസ്റ്റ് വേണ്ട, ഇതെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഇൻവോയ്സിൽ 3200 രൂപയുടെ പ്രൊഡക്റ്റ് ഈ കാറ്റഗറി ഉണ്ടെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഇതുപോലത്തെ ഗിഫ്റ്റ് എല്ലാ പ്രാവശ്യവും നമുക്ക് ഫ്രീ കിട്ടാറുണ്ട്. നമ്മുടെ ടീമിലെ പല ആൾക്കാരും അത് സെലക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള സാധനം നമുക്ക് എടുക്കാൻ സാധിക്കുമല്ലോ. ചില ആൾക്കാർക്ക് സ്കിൻ ഫോർമുല അതിൻ്റെ പ്രൊഡക്റ്റൊക്കെ ഓർഡർ കൂടുതൽ കിട്ടാറുണ്ട്. ബ്യൂട്ടീഷ്യന്മാരൊക്കെ അവർ ഈ പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ ഈ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. നല്ല അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ. ഇത് വേറൊരു ഓഫറാണ്. നമ്മുടെ വീസിലും കാറ്റഗറിയിലെ ഒരു ഓഫറാണ്. ഇതിന് 2 ഓഫറുണ്ട്. ഈ കാറ്റഗറി എന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കുന്ന വീസിലിം പ്രൊഡക്റ്റ് ഒരു 12,000 രൂപക്കുള്ള സാധനം ഉണ്ടെങ്കിൽ, വീസിലിം ഷെയ്ക്കൊക്കെ നമുക്ക് വാങ്ങിക്കുമ്പോൾ ഏകദേശം 3000 അതിന് മേലെ എമൗണ്ട് ആവും. ഈ ഈ സ്ക്രീനിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 12,000 രൂപയുടെ ഇൻവോയ്സ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഷെയ്ക്കും ഒരു നീമും ഫ്രീ ഉണ്ട്. അല്ല, വീസിലിം ഷെയ്ക്കും ഒരു കാൽസ്യം, സോറി നീമല്ല, കാൽസ്യം ഫ്രീ ഉണ്ട്. ഇത് 12,000 രൂപക്ക് ഇൻവോയ്സ് ചെയ്യുന്ന വ്യക്തിക്കാണ്. ഷെയ്ക്കിന്റെ വില നിങ്ങൾക്കറിയാം 1629 രൂപയാണ്. കാൽസ്യത്തിന്റെ വില നമുക്കറിയാം 222 രൂപയാണ്. ഇത് 220 രൂപ. അപ്പൊ ഇത്രയും സാധനം 1650 പ്ലസ് 220, ഇത്രയും സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ 12,000 രൂപക്കുള്ള വീസ്ലിം കാറ്റഗറി ഐറ്റംസ് കേട്ടോ. വീസ്ലിം ഷേക്ക്, വീസ്ലിം ക്യാപ്സുൽ, വീസ്ലിം ടീ, പേഴ്സണലൈസ് പ്രോട്ടീൻ പൗഡർ, പ്രൊഫഷണൽ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. ഇങ്ങനെ നിരവധി ഐറ്റംസ്. വീസ്ലിം ഡ്രിങ്ക് ഉണ്ട്, എനർജി ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം ഈ സാധനം നമ്മൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് 12,000 രൂപ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം ഫ്രീ ആണ്. ഏകദേശം 2,000 രൂപക്ക് മേലെ പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ട്. ഇനി ഇതിന് വേറൊരു ഓഫറും കൂടി ഉണ്ട്. അത് ഞാൻ ഈ സ്ലൈഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കും എന്തെങ്കിലും ക്ലാരിറ്റി ഉണ്ടോ? ക്ലാരിറ്റി വേണം? ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അത് അതിനെക്കുറിച്ച് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇതിനെ VCMനെ കുറിച്ച് വേറൊരു ഓഫറും കൂടി ഉണ്ട്, അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും ക്ലാരിറ്റി വേണം? വേണ്ട, എല്ലാവർക്കും വിശ്വസിക്കുന്നു. കൺസിസ്റ്റൻസി എല്ലാം ഓക്കെയാണ്. എല്ലാവരും കൂടി ഇല്ലേ? മെസ്സേജ് പോലും വരുന്നില്ലല്ലോ. ക്ലിയർ ആണെന്ന് വെച്ച്. ക്ലിയർ, ക്ലിയർ, ഓക്കെ. ഇത് എല്ലാ മാസം ചെയ്യുന്ന ക്ലിയർ ആൾക്കാർ, ആണ് സാർ. എല്ലാ മാസം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം. പുതിയ ആൾക്കാരുള്ളതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് അറിയത്തില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പുതിയ വരുന്ന നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ഈ ഓഫറുകളെ കുറിച്ച് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വേണം. അവർക്ക് പറ്റുമെങ്കിൽ ഈ റെക്കോർഡ് സെഷൻ പുതിയതായി ജോയിൻ ചെയ്യുന്ന വ്യക്തിക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. ഇത് ഒരു നല്ലൊരു ഓഫറാണ്. ഇത് തിരിച്ചറിയാതെ പല ആൾക്കാർ. നമ്മളെ ടീമിലെ ഒരു 1-2 ആൾക്കാരൊക്കെ ഇത് സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. ഇതൊരു ബിസിനസ് മൈൻഡിൽ വെക്കുന്ന വ്യക്തിക്ക്, നിങ്ങൾ നല്ലൊരു ബിസിനസ് മൈൻഡുള്ള വ്യക്തിയാണ്, ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടതാണ്. ഇത് പല ആൾക്കാരും ചെയ്യത്തില്ല. ഇത് സ്പെഷ്യൽ ഓഫറാണ്. നമ്മൾ സജിനി മേടൊക്കെ ചെയ്യുന്ന കേട്ടോ.
വി സ്ലിം പ്രൊഡക്റ്റ് നമുക്ക് ഇന്ന് എല്ലാവർക്കും അമിത വണ്ണമുള്ള ആൾക്കാരാണ്. ഒരുവിധം എല്ലാ ആൾക്കാരും കുറച്ച് വണ്ണം കുറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഒരുവിധം എല്ലാ ആൾക്കാരും ഉണ്ട്. നല്ല ഒരു ഓവർ വെയിറ്റ്, ഒരു 10 കിലോ 20 കിലോ ഒക്കെ കുറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്നതാണെങ്കിൽ ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്തിട്ട് ഇത് എന്ത് ലാഭമെന്നറിയാം. ഇത് ആരും തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ്. ഒരു നിങ്ങളുടെ ഒരു കുറച്ച് കസ്റ്റമറെ വി സ്ലിം പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കസ്റ്റമറെ കണ്ടെത്താൻ സാധിക്കുവാണെങ്കിൽ, വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ കണ്ടെത്താൻ സാധിക്കുവാണെങ്കിൽ, ഈ ഒരു 30,000 രൂപക്കുള്ള വി സ്ലിം പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധിക്കുവാണെങ്കിൽ, നമ്മൾ സജിനി മേഡൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്ര രൂപയുടെ പ്രൊഡക്റ്റാണ് ഫ്രീ കിട്ടുന്നറിയോ? ഈ ഷെയ്ക്കിന്റെ ഓർഡർ, ഷെയ്ക്കും ക്യാപ്സുകളും, അതിനൊരു കാറ്റലോഗ് ഉണ്ട് ഇതിനകത്ത്. ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ട്, ഇത്രയും കാറ്റഗറി പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഇത്രയും ഐറ്റംസ് എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇത്രയും ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതൊരു 30,000 രൂപയുടെ ഒരു ബൾക്ക് ഓർഡർ ആണെങ്കിൽ, കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പ്രൊഡക്റ്റ് ഫ്രീ ആണ്. 1629 5 ഷെയ്ക്കും അതിൻ്റെ കൂടെ വി സ്ലിം എനർജി മിക്സ് നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്, 2 ഇതില്ലേ ഈ ഓഫർ ആയിരിക്കും മനസ്സിലാവാത്തുണ്ട്. ഇതെന്താ സംഭവം എന്നറിയോ? നിങ്ങൾക്ക് ഒരു വീസിൽ വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കസ്റ്റമർ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ, ഒരുമിച്ചിട്ട് കുറച്ച് ആൾക്കാർ ഇപ്പം വീട്ടിൽ നിങ്ങൾ കുറേ ടീമിലെ മെമ്പേഴ്സിനൊക്കെ വെയിറ്റ് കുറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരുമിച്ച് തീരുമാനം എടുത്ത് പർച്ചേസ് ചെയ്താൽ മതി. ഇത് 1000 എത്രയോ പി വി ഉണ്ട്, 1000 സംതിങ് പി വി ഉണ്ട്. ഒരു 30,000 രൂപയുടെ ഒരു ബൾക്ക് ഓർഡർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1629 5 ഷെയ്ക്കും ഏകദേശം എനിക്ക് തോന്നുന്നു 500-600 രൂപയുടെ എനർജി ഡ്രിങ്ക് മിക്സ് 2 ഫ്രീ ആണ്. ഏകദേശം 10,000 രൂപക്കടുത്തുള്ള പ്രൊഡക്റ്റ് ഫ്രീ ആണ്. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് അത് MRP കൊടുക്കുന്നെങ്കിൽ അതിനേക്കാളും പ്രൊഡക്റ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഒരു മാസം ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്താൽ തന്നെ 1000 PV ആയി മാറും. നിങ്ങൾക്ക് ആ ഫ്രീ പ്രൊഡക്റ്റ് മൂവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 10,000 രൂപ അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഈ ഓഫർ ക്ലിയർ ആയി മനസ്സിലായോ? ഇതിനകത്ത് നിരവധി ഐറ്റംസ് ഉണ്ട്. അത് ഇതൊക്കെയാണെന്ന് നോക്കട്ടെ. കുറേ ഐറ്റംസ് ഉണ്ട്. വീസിലും ഇതിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളെ ക്യൂട്ടനും ഇതാരും ശ്രദ്ധിക്കാതുണ്ടോ? ഫ്ലാക്സോലൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊന്ന് ഓഫറിന് ഞാൻ ഒന്നുകൂടെ എല്ലാവർക്കും അയച്ചുതരാം. ഇതിന് നിരവധി പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ഹെയർ സ്കിൻ നെയിൽ, ക്രാൻബെറി, കാൽഷ്യം. എല്ലാവരും ഈ ഓഫർ ഒന്ന് കറക്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയും ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ 30,000 രൂപയുടെ ഒരു ബൾക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ, പ്രയോറിറ്റി ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10,000 രൂപക്കുള്ള ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിൽ പല ആൾക്കാരും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരല്ലേ. ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അറിയത്തില്ലെങ്കിൽ ഈ സ്ലൈഡ് ഒന്നും കൂടെ ഓപ്പൺ ആക്കിയിട്ട് ഞാൻ എല്ലാവരും പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓപ്പൺ ആക്കി ഇത്രയും പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് കൂടുതലും. ആംലയുണ്ട്, ക്രാൻബെറി, എനിക്കൊന്ന് മുഴുവൻ സപ്ലിമെന്റ്സും ഉണ്ട് കേട്ടോ. ഏകദേശം എല്ലാ സപ്ലിമെന്റ്സും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് നിങ്ങളൊരു 30,000 രൂപയുടെ ബില്ല് അടിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ 1000-ന് മേലെ PV കയറി 10,000 രൂപക്ക് മേലെ ഫ്രീ പ്രൊഡക്റ്റ് ആയി അത് മൂവ് ചെയ്യാൻ സാധിക്കും. ഷെയ്ക്കൊക്കെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആയിരിക്കെങ്കിലും ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പോയോ അല്ലേ? ക്ലിയർ ആണ് സാർ. ഓക്കെ. ഓക്കെ, ഇത്രയും ഓഫറുകളാണ് നമുക്ക് ഈ ഒരു മാസം കമ്പനി തരുന്നത്. ഓഫറുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ്. ഓഫറുകൾ തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന പ്രോഫിറ്റ് കുറഞ്ഞു പോകുന്നത്. ഈ കൺസിസ്റ്റൻസിയുടെ സംഭവം നമുക്കറിയാലോ. നമ്മൾ വാങ്ങിക്കുന്ന ഒരു 3000 സംതിങ് റുപ്പീസിന് സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി ആണ്
അത് 4 മാസം തുടർച്ചയായി വാങ്ങിക്കുമ്പോൾ ഏകദേശം 12,000 രൂപക്ക് മേലെ, 13,000 രൂപക്ക് മേലെ ആവുന്നുണ്ടാവും. 4 മാസം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ 4 മാസവും ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. ഈ 4 മാസം ക്യാഷ് ബാക്ക് ഉണ്ട്. 5-ാമത്തെ മാസം 2,500 പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഇനി കസ്റ്റമർക്ക് കൊടുക്കുവാണെങ്കിൽ അതിന്റെ ലാഭം നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. കസ്റ്റമർ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ അതുകൊണ്ടാണ് ഒരു 5-10 ലോയൽ കസ്റ്റമറെ എല്ലാവരോടും കണ്ടെത്താൻ പറയുന്നത്. ലോയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടറിയോ? ലോയൽ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ അവർ വന്ന് ചോദിച്ച് വാങ്ങിക്കും. നമ്മൾ അവരുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ആ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് സ്ഥിരമായിട്ട് നമ്മളോട് ചോദിച്ച് വാങ്ങിക്കുന്ന കസ്റ്റമർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നടന്ന് സെയിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു 2 കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമർ വഴി വേറെയും കസ്റ്റമറായി മാറുന്നുണ്ടോ, അവരും ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടോ, ആ ക്വാളിറ്റി കൊണ്ട് അവർ ചോദിച്ച് വാങ്ങിക്കുന്നുണ്ടോ. ഇപ്പൊ ഷോപ്പുള്ള ആൾക്കാർക്കൊക്കെ അത് ഈസി ആയിട്ട് ഈ സാധനം മൂവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. സപ്ലിമെന്റ് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ മൂവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. സപ്ലിമെന്റ് നല്ലോണം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ടീം മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ടീമിലെ 4-5 പേരുണ്ടെങ്കിൽ ഒരു ഡെപ്തിന് താഴോട്ടുള്ള ആൾക്കാർ, താഴെയുള്ള ഒരു വ്യക്തി തീരുമാനിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് വ്യക്തികൾ ഒരുമിച്ചിട്ട് കുറച്ച് സപ്ലിമെന്റ് മാത്രം ഓർഡർ ചെയ്തിട്ട് ഏറ്റവും താഴെയുള്ള വ്യക്തി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 30,000 രൂപ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 1000 PV എല്ലാവർക്കും കയറുകയും ചെയ്യും. ഇത്രയും ഷെയ്ക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ സാധിക്കും. വേണമെങ്കിൽ എല്ലാവർക്കും അതിൽ ഓരോ ഷെയ്ക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഇതൊക്കെ ടെക്നിക്കാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഒരു 4-5 പേരുള്ള ടീം, താഴോട്ടുള്ള ടീമാണ്. ഏറ്റവും അടിയിൽ പോയി 1000 PV പർച്ചേസ് ചെയ്യുക, 30,000 ഓർഡർ അടിക്കുക. എന്നിട്ടാകുമ്പോൾ ആ ആവശ്യമുള്ള സാധനം എല്ലാവരും ഒന്നിച്ച് അവരവരുടെ സാധനം അവരെടുക്കുക. ഫ്രീ പ്രൊഡക്റ്റും എല്ലാവരും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുക പൈസ. അത്രയും പൈസ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ടീമൊക്കെ ക്വാളിഫിക്കേഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ലെഗിനെ ക്വാളിഫൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്യും. 1000 PV ആഡ് ആയി ഓട്ടോമാറ്റിക്. എന്തെന്നാലും ഡിസംബർ മാസമാണ്. നല്ല ക്വാളിഫിക്കേഷൻ നല്ല രീതിയിൽ പിൻ ലെവൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ മാസം ഒരു ഹെവി ടാർഗറ്റിലേക്കാണ് പോകുന്നത്. ഞാൻ ഇന്നലെ രാത്രി ഓൾറെഡി സാധാരണ എല്ലാ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഇന്നലെ രാത്രി അച്ചീവ്മെന്റ്സ് കഴിഞ്ഞ് ക്ലിയർ റെസ്റ്റ് ആയിരിക്കുന്നുണ്ടാവും അല്ലേ. ഞങ്ങളുടെ ടീമിൽ ഇപ്രാവശ്യം 2 ബ്രൗൺ സെലക്ടർ ഉണ്ട്. ഇന്നലെ രാത്രി ഒരു ബ്രൗൺ സെലക്ടർ ആയി. പുതിയൊരു ബ്രൗൺ സെലക്ടർ ഉണ്ട്, അശ്വനി എന്ന് പറഞ്ഞിട്ട്, തൃശ്ശൂരുള്ള എൻ്റെ പുതിയ 8-ാമത്തെ ഓർഗനൈസേഷനാണ്. അതും ക്വാളിഫൈ ചെയ്തു. പക്ഷെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 8 ലെഗും ക്വാളിഫൈ ചെയ്ത് 8 ലെഗിലും എൻ്റെ ബ്രൗൺ സെലക്ടേഴ്സ് ആയി ഇപ്പം. പക്ഷെ എനിക്ക് 2 ലെഗിനെ റീക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് യൂസ് ചെയ്യാൻ മാറിയിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഡിസംബർ മാസം ഹെവി ടാർഗറ്റാണ്. ഇപ്രാവശ്യം ഒരാൾ എനിക്കൊന്ന് 30,000 രൂപക്ക് മേലെ വരുമാനം ആവുന്നുണ്ട്. ഒരു പുതിയൊരാൾ വരുമാനം നമ്മൾ കുറേ ആൾക്കാർക്ക് ഇപ്പം വന്നു തുടങ്ങി, കൂടുതലായി തുടങ്ങി. 25-നും 30-നും അതിന് മേലോട്ടുള്ള വരുമാനം കുറേ ആൾക്കാർക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഡിസംബർ മാസം ഞാൻ കുറേ ആൾക്കാരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 25-നും 30-നും വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരെ സെറ്റാക്കാൻ പറ്റും. ഒരു 5,000 മുതൽ 15,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരെ സെറ്റാക്കാൻ സാധിക്കും. നിങ്ങൾ സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടുക. ഈ ഓഫറുകൾ മനസ്സിലാക്കി ചെയ്യുക. ഈ ഓഫറുകൾ യൂട്ടിലൈസ് ചെയ്ത് ശരിക്കും ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ ആ വിസ്ലിം കാറ്റഗറി പ്രൊഡക്റ്റ് ഒക്കെ ഇല്ല, അതിൻ്റെ വിസ്ലിം കാറ്റഗറി അല്ല, സപ്ലിമെന്റ്സിന്റെ ഓർഡർ ചെയ്യുന്ന ആൾക്കാർ ഒരു ടീം വർക്കായിട്ട് ഭീമ അതൊന്ന് ശ്രദ്ധിച്ചോട്ടെ. ടീം മെമ്പേഴ്സിനൊക്കെ ഒന്ന് എല്ലാവരും, എല്ലാ ലീഡേഴ്സും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ സപ്ലിമെന്റ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരു എക്സ്ട്രാ ഒരു സപ്ലിമെന്റ്സിന്റെ ഓർഡർ സെറ്റാക്കാൻ സാധിക്കുവാണെങ്കിൽ, ഒരു ടീമിൽ ഏറ്റവും താഴെ പോയി അത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ PV 1000 PV ആ ടീമിൽ ലെഗിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ഫ്രീ പ്രൊഡക്റ്റ് ഷേക്കുകൾ, ഇത്രയും ഷേക്കുകൾ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതിലുള്ള പല ആൾക്കാർക്കും വെയിറ്റ് ഒക്കെ കൂടുതൽ 70, 80, 100 ഉള്ള ആൾക്കാരുണ്ട്, 90 കിലോക്കുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് വെയിറ്റ് കുറക്കാം ഫ്രീ ആയിട്ട്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി വെസ്റ്റീജാണ്. അതുകൊണ്ടാണ് ഹെർബാ ലൈഫിൽ 60 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തികൾ പോലും ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ വെസ്റ്റീജ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഹെർബാ ലൈഫ് മുഴുവൻ ആൾക്കാർ ഇന്നലത്തെ വന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ വിസ്ലിം പ്രൊഡക്റ്റിന്റെ ഗുണം കണ്ടിട്ടാണ്. ഇന്നും പല ആൾക്കാരും നമ്മളെ വിസ്ലിം പ്രൊഡക്റ്റിന്റെ ഗുണം, കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വിസ്ലിം പ്രൊഡക്റ്റാണ്. വെയിറ്റ് കൂടാനൊന്നുമില്ല, വെയിറ്റ് കുറക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നു, വെയിറ്റ് കൂടാൻ വേണ്ടിയാണെന്നോ. വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഗീതിക. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കും വെയിറ്റ് കൂടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം
കാണാൻ ഭംഗിയില്ലാത്തത് കൊണ്ട് വെയിറ്റ് കൂടാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇന്ന് ഞാൻ ഹാപ്പിയാണ്. അതുകൊണ്ട് വെയിറ്റ് കൂടാതെ കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഏകദേശം 21 വർഷമായിട്ട് ഒരേ വെയിറ്റിൽ നിൽക്കുന്ന വ്യക്തിയാണ്. 1/2 കിലോ പോലും കൂടിയിട്ടില്ല. സ്ലിം ആയ മതി ഗീതിക, ഏറ്റവും ബെസ്റ്റ്. സ്ലിം ആയാലും ഒരു അസുഖവും വരത്തില്ല, ഹെൽത്തി ആയിരിക്കാൻ സാധിക്കും. കുറച്ച് പ്രായമാകുമ്പോൾ നമുക്ക് ഒരു ഹെൽത്ത് പ്രോബ്ലംസ് വരില്ല കേട്ടോ. നല്ലോണം പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുക, കോംബാറ്റിക്സ് കഴിക്കുക. പ്രോട്ടീൻ പൗഡർ കഴിക്കുക, കോംബാറ്റിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കുള്ള പ്രശ്നം കണ്ടിട്ടുണ്ടാവും. നമ്മൾ പല നല്ലോണം ഭക്ഷണം കഴിക്കും, തടിക്ക് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കും, അത് ആരോഗ്യത്തിന് പിടിക്കുന്നില്ല പറഞ്ഞു കേട്ടിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ദഹന പ്രക്രിയ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കറക്റ്റായി ദഹിക്കുന്നില്ല, അതിൻ്റെ പോഷകങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കോംബാറ്റിക്സ് കഴിച്ചു കഴിഞ്ഞാൽ ദഹനം കറക്റ്റ് ആവും. നോനി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷകങ്ങൾ ശരീരത്തിൽ എത്തിക്കാൻ സാധിക്കും. പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുക. ഈ 3 സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചെങ്കിലും ആരോഗ്യത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. പ്രോട്ടീൻ പൗഡർ കഴിക്കുമ്പോൾ നല്ല വിശപ്പുണ്ടാവും, അപ്പോൾ കുറച്ച് നല്ലോണം ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു. ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പ്രോട്ടീൻ പൗഡറും കോംബാറ്റിക്സും നോനിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തടി കൂടുന്ന സാധനമല്ല, പക്ഷെ തടി കൂടാൻ സാധിക്കുന്ന ഒരു ഐറ്റംസാണ് അത്. വെയിറ്റ് തടി കൂടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലോണം ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുക, അതൊന്ന് കഴിച്ചു നോക്കും കേട്ടോ. അത് നല്ല റിസൾട്ട് ആയിരിക്കും. കാരണം ദഹനം കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് അവർ ആരോഗ്യത്തിന് അത് പിടിക്കാത്തത്. വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ആർക്കും ഒന്ന് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളെ പല ആൾക്കാരുണ്ട് ക്വാളിഫിക്കേഷനിൽ നഷ്ടപ്പെടുത്തി കളയുന്ന ആൾക്കാർ. ഇപ്പൊ അൻസാർ ഭായിക്ക് ബ്രോൺ സെലക്ടർ ആവാൻ പറ്റും ഈ മാസം, ഡിസംബർ മാസം. അത് ആയേ പറ്റൂ. അത് വാശിയോടെ അൻസാർ ഭായി നിൽക്കുക. രാജീവ് സോപാനൻ ചേട്ടൻ ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഈ മാസം ബ്രോൺ സെലക്ടർ ആവണം, വാശിയോടെ നിൽക്കുക. അതുപോലെ ഷമീറത്ത് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അവർ ബ്രോൺ സെലക്ടർ ആകാൻ പറ്റുന്ന ആൾക്കാർ. നിങ്ങളെല്ലാവരും ഈ ഡിസംബർ മാസം നിർബന്ധമായിട്ടും 16% എല്ലാവരും ബ്രോൺസ് ആക്കണം കേട്ടോ. ഷർഫൂനൊക്കെ തടി കുറക്കാൻ വീസിൻ പ്രൊഡക്റ്റ്. ഷർഫൂന ഇപ്രാവശ്യം നിങ്ങൾ സപ്ലിമെന്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടീമിൽ ആരെങ്കിലും ഷർഫൂന സപ്ലിമെന്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ 30,000 രൂപയുടെ ബൾക്ക് ഓർഡർ എടുക്കാൻ സാധിക്കുവാണെങ്കിൽ വെയിറ്റ് കുറക്കാൻ സാധിക്കും കേട്ടോ. 30,000 രൂപയുടെ ഓർഡറാണ് അത്. നിങ്ങൾ വീസിലിൻ പ്രൊഡക്റ്റ് മാത്രമല്ല മറ്റുള്ള സാധനം കൂടെ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇത്രയും കാറ്റഗറി പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അത് ഞാൻ പറഞ്ഞു തരാം. എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ മാസം ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഒരുപാട് ബ്രോൺ ഡയറക്ടേഴ്സിനെയും സിൽവർ ഡയറക്ടേഴ്സിനെയും സ്റ്റാറിനെയും ഗോൾഡിനെയും ഒക്കെ ഞാൻ ഈ മാസം ക്രിയേഷൻ ചെയ്യുന്നു. താല്പര്യമുണ്ടെങ്കിൽ, സ്പീഡായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ. പുതിയ ജോയിൻ ചെയ്യേഴ്സിന് ചിലപ്പോൾ പറ്റത്തില്ല. ഒരു ഏകദേശം 12% കഴിഞ്ഞു നിൽക്കുന്ന വ്യക്തികൾക്ക് ഈ മാസം ബ്രോൺ ഡയറക്ടർ ആവണോ, അതിനോട്ട് ഒറ്റ ആളുകൾക്ക് ചെയ്യാൻ റെഡിയാണോ? ഞാൻ റെഡിയാണ്. അല്ല, സിൽവർ നിൽക്കുന്ന വ്യക്തിയുണ്ടോ, ഗോൾഡ് ആവണോ? അല്ലെങ്കിൽ ബ്രോൺസ് നിൽക്കുന്ന വ്യക്തിക്ക് സിൽവർ ആവണോ? അല്ലെങ്കിൽ ബ്രോൺസ് ഡയറക്ടർ ആയിട്ട് റീക്വാളിഫിക്കേഷൻ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾക്ക് ഈ നിമിഷം റീക്വാളിഫിക്കേഷൻ സ്ട്രക്ചർ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? സ്പീഡായി വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ റെഡിയാണ്. ഫുൾ ടൈം വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഇരിക്കുക, സംസാരിക്കുക, റെഗുലർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, 100% ക്വാളിഫൈ ചെയ്യുക. കാരണം ഇന്നലെ എൻ്റെ ടീമിൽ ഒരു ബ്രോൺ സെലക്ടർ ആയത് അശ്വിനി എന്ന് പറഞ്ഞ ബ്രോൺ സെലക്ടർ ആയത്, അവർ പോലും പ്രതീക്ഷിച്ചില്ല ഈ മാസം ബ്രോൺ സെലക്ടർ ആവുന്നുള്ളത്. അവർ പോലും പ്രതീക്ഷിച്ചില്ല. ഇന്നലെ വൈകുന്നേരം വരെ 500 PB ഷോർട്ടേജസ് ആണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടായത്. 500 PB. അൻസാർ ഭായിക്ക് ഈ മാസം ബ്രോൺ സെലക്ടർ 800 PB ഷോർട്ടേജസ് ആണ് അല്ലേ? അവര് ഇന്നലെ വൈകുന്നേരം 500 PB ഷോർട്ടേജസിനെ ഓവർകം ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്ത വ്യക്തിയാണ്. എത്ര ദിവസം മുന്നേ അൻസാർ ഭായിക്ക് 800 PB ഷോർട്ടേജസ് ഉണ്ട്. അത് ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റും. എല്ലാവരും അവരവരുടെ ക്വാളിഫിക്കേഷൻ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായി നിന്ന് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും, ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അത് പല ആൾക്കാരും ആവത്തില്ല, എന്നെ കൊണ്ട് ആവത്തില്ല എന്ന് നിൽക്കുകയാണ്. നമ്മൾ പിൻ ലെവൽ ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ടീമിലുള്ള ആൾക്കും ഒരു കോൺഫിഡൻറ്റ് വർദ്ധിക്കത്തുള്ളൂ. നമ്മുടെ വരുമാനം വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഒരു എനർജി കൂടത്തുള്ളൂ അല്ലെ? പല ആൾക്കാരും നിനക്കെന്തെങ്കിലും കിട്ടിയാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ ആൾക്കാരല്ലേ, അത് വാങ്ങിച്ച് കാണിച്ചു കൊടുക്കണം. വാശിയോടെ വാങ്ങിച്ച് കാണിച്ചു കൊടുക്കണം. കമ്പനി കറക്റ്റ് തരുന്നുണ്ടല്ലോ, അത് വാങ്ങിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. ഒക്കെ ഈ മാസം നിങ്ങൾക്ക് ഏതെങ്കിലും പിൻ ലെവൽ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഈവൻ പുതിയ ജോയിൻ ചെയ്ത വ്യക്തി ഉണ്ടെങ്കിൽ, പുതുതായി ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ, ഒരു ഫാസ്റ്റ് ഔട്ട് 8% നിങ്ങളാവണം. ഇതിൽ ഒരുപാട് പുതിയ ജോയിനേഴ്സ് ഉണ്ട്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഫാസ്റ്റ് ഔട്ട് 8%. ഇപ്പം
എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു വ്യക്തിക്ക് ബ്രോൺസ് ഡയറക്ടർ ആവണമെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള ആൾക്കാർ ഏത് ലെവലാണെന്ന് നോക്കുക. 12% ഇല്ല. 12% അടുത്തെത്തിയ ആൾക്കാരുണ്ടോ, അവരെ പേര് എഴുതി വെക്കുക. എത്ര PV ഷോർട്ടേജസ് ഉണ്ട്, അത് എഴുതി വെക്കുക. 8% ആക്കാൻ പറ്റുന്ന എത്ര വ്യക്തികളുണ്ട്, അവർ എഴുതി വെക്കുക. ഈ ബിസിനസ്സിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ എത്തണമെങ്കിൽ ജോയിൻ ചെയ്ത വ്യക്തികളെ എല്ലാവരെയും ഫാസ്റ്റായിട്ട് 8% വർക്ക് ചെയ്തെടുത്താൽ 8% ആക്കാൻ വർക്ക് ചെയ്താൽ മതി. ടീമിലുള്ള മെമ്പേഴ്സിന് 8% ആവാതെ ആൾക്കാരെ മുഴുവൻ 8% ആക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. 8% കഴിഞ്ഞിരിക്കുന്ന വ്യക്തി 12% എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഓട്ടോമാറ്റിക് ബ്രൗൺ സെക്ടർ ആവും. ഇപ്പോൾ ഒരാൾ ബ്രൗൺ സെക്ടർ ആയ വ്യക്തിയാണെങ്കിൽ ഷമീറ ലത്തീഫ് ബ്രൗൺ സെക്ടറാണ് ഈ മാസം, അശ്വിനി ഈ മാസം ബ്രൗൺ സെക്ടർ വ്യക്തിയാണ്. കുറേ ആൾക്കാർ ബ്രൗൺ സെക്ടർ നിൽക്കുന്ന വ്യക്തികളുണ്ട്. നിങ്ങളുടെ ടീമിൽ 12% ആരാണോ അവർ ബ്രൗൺ സെക്ടറിലേക്ക് സിൽവർ പിടിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ സൈഡ് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. സൈഡ് വോളിയം വേണം, അത് ഇമ്പോർട്ടൻസ് ആണ്. അതാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് എടുക്കാം. സമയം ഏകദേശം ആയിട്ട് 10 മിനിറ്റ് ഉണ്ട്, ഇനിയും സമയമുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഈ മാസം ഡിസംബർ മാസം നല്ലൊരു വരുമാനം ലക്ഷ്യമാക്കി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? സാറേ നമസ്കാരം. നമസ്കാരം സജീഷൻ, സാറേ ഞാനിപ്പോൾ ഇതിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാണ്. പറഞ്ഞോളൂ. മീ മീറ്റിംഗ് കാര്യങ്ങളൊന്നും അധികം കേൾക്കാൻ പറ്റില്ല, കാരണം രാവിലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഇപ്പോൾ ജോലി കുറവാണ്, അതായത് ഇപ്പോൾ ഉള്ള ജോലി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണമെന്നുള്ള ഇതിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് കണ്ടത്. അപ്പോൾ സജീഷ് അത്രയും ആരോട് ജോയിൻ ചെയ്തത്? ആരുടെ ടീമിൽ വരുക? ഷാഹുൽ സാറിൻ്റെ ഓക്കെ ഓക്കെ. നിഷാന മാഡം ഉണ്ടല്ലോ. നിശാന മാഡത്തിന്. ഓക്കെ. സജീഷ് ഇപ്പം ചെയ്യുന്ന ജോലി എത്ര മണിക്കൂറുള്ള? ഇപ്പൊ ചെയ്യുന്ന ജോലി നമുക്ക് ഒന്ന് ഇടപെട്ടിട്ട് ഉണ്ടാവുള്ളൂ, ഒന്നരാടം ഉണ്ടാവും. ഓക്കെ. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒന്നരാടം കിട്ടുന്ന ജോലി അത് കറക്റ്റായിട്ട് പോവുക. അതിന്റെ വരുമാനം നമ്മൾ വാങ്ങിച്ചെടുക്കുക, നമ്മൾ കാര്യങ്ങൾ നോക്കുക. ബാക്കിയുള്ള സമയം മുഴുവനും വെസ്റ്റേജിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ. ഓക്കെ ഓക്കെ. വെസ്റ്റേജിൽ ഫോക്കസ് ചെയ്യുക. ആ ആ വെസ്റ്റേജിൽ കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നല്ല വരുമാനം വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ ഇന്ന് സാർ എന്റെ നമ്മൾ ടീം നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് സാർ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു തരും നമുക്ക്. ഫസ്റ്റ് ഐഡിയ എടുത്തോ? ID അടിച്ചിട്ടില്ല, ഐഡിന്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആദ്യം ഒരു ID ഷാവൽ സാർ അടിച്ചു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. അടിക്കുക. പക്ഷെ ഐഡിയ അടിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അപ്പൊ നമ്മൾ പറയും വരുമാനം കുറവായതിന് സാധനം വാങ്ങിക്കാൻ മടി കാണിക്കുന്നുണ്ടാവും. അങ്ങനെ നോക്കാൻ പാടില്ല. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഒന്നും എവിടെയും വിജയിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊരു ബിസിനസ്സിലേക്ക് വരുവാണ്, നിങ്ങളുടെ വീട്ടിലേക്കുള്ള സജീഷിന്റെ വീട്ടിലേക്കുള്ള മുഴുവൻ സാധനം വെസ്റ്റിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. സജീഷിന് ഇപ്പം വരുമാനം കുറവാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് അവിടെയൊക്കെ പോയിട്ട് അവരെല്ലാം പോയി കണ്ടിട്ട് നിങ്ങൾ വാങ്ങിച്ച കുറച്ച് സോപ്പും പേസ്റ്റും കുറച്ച് കസ്റ്റമർ ക്രിയേഷൻ ചെയ്യുക. നിങ്ങളുടെ നമ്മുടെ കമ്പനിയുടെ പേസ്റ്റും സോപ്പും കുക്കിംഗ് ഓയിലും ചായപ്പൊടിയും പാത്രം കഴുകുന്ന സാധനവും എല്ലാ സാധനവും ഒരു വ്യക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ഇതിന്റെ ലൈഫ് ലോങ് കസ്റ്റമർ ആവും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അത്രയ്ക്കും ക്വാളിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ഇപ്രാവശ്യം ചെയ്യേണ്ടത് ഒരു ബിസിനസ് മൈൻഡിലേക്ക് വരിക. കുറച്ച് പൈസക്ക് സാധനം പർച്ചേസ് ചെയ്യുക. അതിൽ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സോപ്പും പേസ്റ്റും ചായപ്പൊടി എല്ലാം ഉണ്ടാവണം, കുക്കിംഗ് ഓയിലൊക്കെ ഉണ്ടാവണം. ഒന്നോ രണ്ടെണ്ണം അധികം വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ജോലി ഇല്ലാത്ത ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വ്യക്തികളെ നമ്മളെ പരിചയക്കാരോ ബന്ധക്കാരോ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് അവരെ കൊണ്ട് സോപ്പും പേസ്റ്റും ചായപ്പൊടിയും എല്ലാം ഒന്ന് വാങ്ങിപ്പിച്ചിട്ട് അവരോട് സ്ഥിരം കസ്റ്റമറായി കൂടെ നിർത്തുക. അതിൻ്റെ അവരോട് പറയാം, ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ചെടുക്കാൻ റെഡിയാണ്. അത്രക്കും ക്വാളിറ്റിയിലൂടെ ഞാൻ ഇവിടെ വന്ന് പറയുന്നെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ടൊരു ഒരു 10 കസ്റ്റമറെങ്കിലും സജീഷ് മെയിൻറ്റെയിൻ ചെയ്യിപ്പിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. സാർ. അതിന് വേണമെങ്കിൽ MRP കൊടുക്കണം. അവർക്ക് അതേ പൈസ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ തന്നെ കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് സാർ ഇത് ID അടിച്ചതിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ആ അങ്ങനെയാണോ? ഐഡിയ എടുത്തതിന് അത് പർച്ചേസ് ചെയ്യും. എന്നാലും ID നിങ്ങൾക്ക് നമ്പർ കിട്ടും ഡിസ്കൗണ്ടും ഫ്രീ പ്രൊഡക്റ്റും വരുമാനം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആൾ ഐഡി പർച്ചേസ് അവർക്ക് പോകും. അതല്ല സാർ, നമ്മൾ ID അടിച്ചിട്ട് ആ ID വെച്ചിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ യെസ്. ഒരു ഐഡി ഷോപ്പിൽ നമ്പർ കൊടുത്താലേ സാധനം കിട്ടത്തുള്ളൂ. ഐഡി നമ്പർ കൊടുക്കണം. അങ്ങനെയാണല്ലേ ഷോപ്പിൽ സാധനം കിട്ടുള്ളൂ അല്ലേ? ഷോപ്പിൽ നിന്നായാലും ഓൺലൈൻ ആയി കഴിഞ്ഞാൽ ഐഡി നമ്പർ വേണം. ഓക്കെ ഓക്കെ ശരി സാർ. നമ്മൾ ഫസ്റ്റ് എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യേണ്ടത്? അങ്ങനെയൊന്നുമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെയല്ല, ശരി 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 നിങ്ങളുടെ ഓക്കെ. ഇഷ്ടം. നമുക്കിവിടെ കമ്പൽസറി ഒന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ബിസിനസ് മൈൻഡിൽ വരുന്ന വ്യക്തി എന്താ ചെയ്യേണ്ടത്? എൻ്റെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനം മുഴുവൻ വെസ്റ്റിൽ വാങ്ങിക്കുക. ആ തീരുമാനം എടുക്കുക. ഓക്കെ സാർ, ഓക്കെ ശരി ഓക്കെ. ശരി. പല ആൾക്കാരോട് ഞാൻ എങ്ങനെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ പല ആൾക്കാരും എന്ത് ചെയ്യാലോ ഒരു സോപ്പ് വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് അടിയിരിക്കും. അപ്പോൾ എന്തിനാണോ എനിക്ക് അറിയത്തില്ല. അവർ ഇന്ന് അത്രയും വില കൊടുക്കുന്നില്ല. 50 രൂപ 44 സോപ്പ് വാങ്ങിച്ചിട്ട് ID കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയും. ഒരാൾ സാറിപ്പോ കഴിഞ്ഞ നമ്മള്
സാർ അപ്പോൾ നമുക്കിപ്പോൾ ഒരു മാസം ചെലവ് തന്നെ ഓരോ ദിവസം ഓരോ സാധനങ്ങൾ മേടിക്കണം. ഒരു ദിവസം നമുക്ക് ലീവായിട്ട് വീട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ 2000 രൂപയുടെ ചെലവ് വരുന്നുണ്ട്. കാരണം വീട്ടിൽ കൂടെ ഓരോ സാധനങ്ങൾ മേടിച്ചിട്ടേ. ആ അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ഈ വെസ്റ്റേജിന്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു അല്ല, മാസം തന്നെ വീട്ടിലേക്ക് നിങ്ങൾ ഒരു ചിലവ് മീൻ വാങ്ങിക്കുന്നതും പച്ചക്കറി വാങ്ങിക്കുന്നതും ചിക്കൻ വാങ്ങിക്കുന്നതിനും കൂടി ആകുമ്പോൾ അത്ര ചിലവ് വരുന്നുണ്ടാവും. പക്ഷെ നമ്മളതിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഉം. ചെലവ് പകുതി നമുക്ക് അങ്ങനെ പോകും. ബാക്കിയുള്ള സാധനം കുളിക്കേണ്ട സോപ്പും പല്ലുതേക്കേണ്ട പേസ്റ്റും ചായപ്പൊടിയും പാചകം ചെയ്യുന്ന എണ്ണയും പാത്രം കഴുകാൻ തുണി കഴുകാൻ തറ തുറക്കാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വാങ്ങിക്കാം. ബാക്കി നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. പച്ചക്കറിയും മീനും മുട്ടയും പാലൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കേണ്ടി വരും. ആ ഓക്കെ, ശരി ശരി. അതൊന്നും ഇവിടെ ഇല്ല. ഉം. അതൊക്കെ നിങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കേണ്ടി വരും. കുറച്ച് പകുതി ചെലവിനെ നമുക്ക് ഇതിലേക്ക് വരുമാനമാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. ആ, നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം നമ്മൾ ഇത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര എത്ര നിങ്ങൾക്ക് എത്ര ടേൺ ഓവർ ഉണ്ടാക്കാൻ പറ്റും അത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ടാർഗറ്റ് ഒന്നും ഇല്ല, നിങ്ങൾക്ക് എത്ര വരുമാനം വേണം അത്ര തന്നെ. അത്രയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്യും അല്ലേ? അങ്ങനെയാണ്. അല്ല, വരുമാനം കൂടാൻ വേണ്ടി നമുക്ക് അത്രയും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത്രയും ടേൺ ഓവർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം സജീഷ് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മാത്രം സാധനം വാങ്ങിക്കുന്ന ബിസിനസ് അല്ല എൻ്റെത്. എൻ്റെ കൂടെ മനസ്സിലായി. 6600 പേരുണ്ട്. ഓക്കെ ഓക്കെ. അതിൻ്റെ ഒക്കെ ചെറിയൊരു ലാഭം എനിക്കും വരും. ഈ ശരി ബിസിനസ്സിൽ ശരി. സജീഷിന്റെ വരുമാനം കൂടണമെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. നമ്മളൊപ്പം വരുന്ന വ്യക്തിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ നമ്മുടെ വരുമാനം കൂടിക്കോളും. അതാണ് ഞാൻ ഈ എല്ലാവർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രസന്റേഷൻ ചെയ്യുന്നത്, എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. ഇത് പല ആൾക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ട് പല ആൾക്കാരും അയാളെ സാറ് ചെയ്തിട്ട് മാറിയിക്കാൻ ആ നിൽക്കും. ആ പറയൂ പറയൂ സാർ പറയൂ. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ കൂടെ വന്ന വ്യക്തിയെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ. ഒരിക്കലും സാധനങ്ങൾ ബൾക്ക് വാങ്ങിപ്പിക്കലോ സാധനം വിൽക്കലല്ല ഈ ബിസിനസ്, കേട്ടോ. പ്രൊഡക്റ്റ് വിൽപ്പനയല്ല ബിസിനസ്. ഞാൻ സജീഷിനോട് ഈ കാര്യം പറയാൻ കാരണം നിങ്ങൾക്ക് ഇപ്പം ജോലി കുറവാണ്, കുറേ ദിവസം ഫ്രീകളുണ്ട്. ആ ഫ്രീ ദിവസം നിങ്ങൾ ബിസിനസ് പഠിക്കാൻ ശ്രമിക്കുക, ബിസിനസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, റെഗുലർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക, ഡെയിലി സംസാരിക്കുക ഷാഹുൽ സാറായിട്ട്, കേട്ടോ. ഡെയിലി സംസാരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞാലും കുറച്ച് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുക. കസ്റ്റമർ നമ്മൾ അടുത്ത് വന്ന് ചോദിക്കുന്ന ലെവലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റും കൊണ്ടുകൊടുക്കുക. എപ്പോഴും പ്രൊഡക്റ്റ് വിൽപ്പനയല്ല ബിസിനസ് എന്ന് മനസ്സിലാക്കുക, കേട്ടോ. മനസ്സിലായി. പ്രൊഡക്റ്റ് വിൽപ്പന ഒന്നും അല്ല ഈ ബിസിനസ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ആക്റ്റീവ് ഇൻകം ആയിട്ട് എല്ലാ ദിവസവും ചെറിയൊരു 100-200 രൂപ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ MRP ലാഭം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് കസ്റ്റമർ കൊടുക്കുക. അതിന് പിറകെ സമയം കളയാൻ പാടില്ല, കേട്ടോ. സമയം മുഴുവനും നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, നെറ്റ്വർക്ക് ക്രിയേഷൻ ചെയ്യാൻ വേണ്ടി വേണം. നമ്മളെ ആബ്സെൻസിൽ നമുക്ക് വരുമാനം വരണം. എന്താണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാലും ഒരു 25 വർഷം കഴിഞ്ഞാലും 30 വർഷം 40 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലേക്ക് വരുമാനം വരും ഈ ബിസിനസ്സിൽ. ക്ലിയർ ആവുന്നുണ്ടോ? ആ മനസ്സിലാവും. സജീഷ് ഇപ്പൊ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ജോലിയിൽ മുന്നേ വർക്ക് ഉണ്ടായിരുന്നു, ഇപ്പം ആഴ്ച ഒരു 2 ദിവസം ജോലി. നമുക്ക് 2 ദിവസം ജോലിക്ക് 2 ദിവസം പണിയില്ലെങ്കിൽ നമുക്ക് 2 ദിവസം ശമ്പളം കിട്ടത്തുള്ളൂ. ഈ ബിസിനസ്സിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഇതിന് സീരിയസ് ആയിട്ട് ഒരു 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് വരുമാനം വാങ്ങിക്കാൻ പറ്റും ബിസിനസ്. കൊമേഴ്സ്യൽ ബേസിൽ. സാറമ്മ മേഡം എന്താ ചോദിച്ചെനിക്ക് മനസ്സിലായില്ല. വേറെ എന്താ ചോദിക്കണോ? പ്രൊഡക്റ്റ് വിൽപ്പന അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഈ ബിസിനസ് പ്രൊഡക്റ്റ് വിൽപ്പന അല്ല. ഹലോ, വിൽപ്പനയല്ല. ഇപ്പൊ അതിലെ ഐഡിയ എടുത്ത് അതിലൊരു ഇപ്പൊ സപ്പോസ് എനിക്കൊരു പിന്നെ റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവിടെയൊക്കെ അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് വേണമല്ലോ സാധനങ്ങൾ. ആ അന്നേരം അങ്ങനെയാണെങ്കിൽ സപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് വെച്ചാൽ, അല്ലാതെ നമ്മുടെ സ്വന്തം വീട്ടിലേക്കാകുമ്പോൾ അതിനൊരു ലിമിറ്റഡ് എമൗണ്ട് ഉണ്ടല്ലോ. സാധനം വാങ്ങിയിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടുകൊടുക്കാനാണോ? കൊടുക്കാനല്ല, നമുക്ക് ഉപയോഗിക്കാനാ. അവിടെ ഉപയോഗിക്കാലോ, വാങ്ങിച്ച് ഉപയോഗിക്കാലോ. അന്നേരം പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ബേസിൽ അല്ലെ ഒരു ഹോട്ടൽ ബേസ് ആണെങ്കിൽ എമൗണ്ട് കൂടുതലാണ്. ഇപ്പോൾ ഒരു 10 ഓയില് അല്ലെങ്കിൽ 10 അങ്ങനെയൊക്കെ വേണ്ടി വരുമല്ലോ. 10 അതിൽ കൂടുതലോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, വേണ്ടി വരുമല്ലോ. അത് അന്നേരം നമുക്ക് കിട്ടുമോ ഇല്ല എന്ന്. എത്ര വേണമെങ്കിൽ കിട്ടും, 20 ബോട്ടിലൊക്കെ എടുക്കാലോ.
അതാ ഞാൻ ചോദിച്ചത്. കാരണം എന്നാ ഞാൻ ചോദിക്കാൻ കാരണം, ഞാൻ മെസ്സേജ് ഇട്ടായിരുന്നു, തിരക്കായിരിക്കും അതുകൊണ്ട് കണ്ടു കാണത്തില്ലെന്നറിയാം. കാരണം എൻ്റെ ബ്രദർ ഹോട്ടൽ നടത്തുവാണ്. അപ്പം ഞാനിങ്ങനെ അവരോടൊന്നും സംസാരിച്ചിട്ടില്ല. സംസാരിച്ചപ്പം പറഞ്ഞ് ഇപ്പം അവനെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ട്രൈ ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമുക്ക് ഒരു ബോട്ടിലോ 2 ബോട്ടിലോ ഒന്നും പോരാ, നമുക്ക് ലാർജ് എമൗണ്ടാ വേണ്ടുന്നത്. അത്രയും കിട്ടുമോന്ന് എന്നോട് ചോദിച്ചു. കിട്ടും കിട്ടും. അത് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സാറാമ്മ ചേച്ചി അവരോട് പറഞ്ഞ് ഈ തവിടെണ്ണയാണ് അവർ പാചകം ചെയ്യുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ആ ഹോട്ടലിലെ ഭക്ഷണം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ തവിടെണ്ണയാണ് ഞാന് ഉപയോഗിക്കുന്നത്. നമ്മൾക്കുള്ള ഭാഷയിൽ നമുക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ ബ്രദറാണെന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ഇതാണല്ലോ, അവരുടെ ലാഭമാണ് ഇതിലാണല്ലോ ചേച്ചി. ചെയ്യും. ബ്രദറിനോട് പറയാ, ഇത് ലാഭം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താ ലാഭം എന്നറിയോ? ഉം. വെളിച്ചെണ്ണേന്റെ എത്രയാ പൈസ, അതിന്റെ പകുതി പൈസ ആവത്തുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചു, അതുകൊണ്ട് ഞാൻ എന്താ അതിന്റെ ചോദിച്ചത്. ഗുണം എന്നറിയോ? നമ്മൾക്ക് വെളിച്ചെണ്ണ 1.5 ലിറ്റർ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആ പാചകത്തിന് നമ്മൾ 1 ലിറ്റർ തവിടെണ്ണ മതി. അപ്പൊ 1/2 ലിറ്റർ ലാഭമായി. ഓക്കെ. വെസ്റ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വാങ്ങിക്കാൻ നമുക്ക് കൺസിസ്റ്റൻസിയുടെ ഓഫർ കിട്ടും, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടൂലേ? ഓക്കെ. അതെല്ലാം ലാഭമല്ലേ? അപ്പോൾ വെളിച്ചെണ്ണേനെക്കാളും പകുതി പൈസയാവുന്നു, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു. അവർക്ക് ഹോട്ടലുകാർക്ക് നല്ല ലാഭമാണ് തവിടെണ്ണ വാങ്ങിക്കുമ്പോൾ. ഓക്കെ. ടേസ്റ്റ് വ്യത്യാസം, കസ്റ്റമറുടെ എണ്ണം കൂടും. ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വരും അവിടെ. ഓക്കെ, ഫൈൻ. കല്യാണ സദ്യക്കെല്ലാം കൊടുത്തിട്ട് അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എല്ലാ ആൾക്കാരും ഇപ്പം ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങിയിരിക്കുക. ആദ്യം അവർ മടി കാണിക്കും. ബ്രദറിനോട് പറയാം, ഒരു പ്രാവശ്യം നിന്റെ ഹോട്ടലിൽ ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ ലാഭം മാത്രമേ ഉള്ളൂ, കസ്റ്റമറുടെ എണ്ണം കൂടും. ഈ തവണ ഉപയോഗിക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വരും. ഓക്കെ. അത് ഓക്കെ, ഞാൻ ബ്രദറിന് പറഞ്ഞു. പറഞ്ഞിട്ടുണ്ട് ബ്രദർ എന്തായാലും. നമ്മൾ തവണ എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അല്ല, എനിക്ക് ബ്രദർ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ കോക്കനട്ട് ഓയിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹോം മെയ്ഡ് കോക്കനട്ട് ഓയിലിന് ആളുണ്ടല്ലോ, ആ, ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. എന്നിട്ട് അത് നമ്മൾ മിനിമം ഉപയോഗിച്ചിട്ട് ഞങ്ങൾ തവിടെണ്ണ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പൊ ബ്രദറിനോട് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് ഹോട്ടൽ ഉണ്ടെങ്കിൽ അവർക്ക് ഈ തവണയുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ആ തവണ ഉപയോഗിക്കുന്ന ആൾക്കാർ കസ്റ്റമർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അറിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വരും. ഓക്കെ. കാരണം ഇന്ന് എല്ലാ ഹോട്ടലിലും മോശം എണ്ണ ഉപയോഗിക്കുന്നത്. അത് നമുക്കറിയാം. ആ ബേസിലാണ് ഞാൻ സംസാരിച്ചത് തന്നെ. അല്ലെങ്കിൽ നമ്മൾ എന്തോ ഓരോരുത്തരുടെയും പേഴ്സണൽ ഇതിനകത്ത് നമ്മൾ ഇന്റർഫിയർ ചെയ്യാറില്ല. ഇത് എന്നാലും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ കൊടുക്കും. ഇനി അവർക്കത് ചെയ്യാൻ കഴിഞ്ഞ താല്പര്യം ദിവസം അവരെന്താ ഇങ്ങനെ ചെയ്തോളൂ. പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞു, നമ്മളെ കൊണ്ടുവെക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ഡൗട്ട് വന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. എത്ര വേണമെങ്കിലും വാങ്ങിക്കാൻ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഓക്കെ. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പൊ ഈ സാറാമ്മ ചേച്ചിക്ക് അത് ഇത്ര ഇത്ര കൂടുതൽ വേണമെങ്കിൽ സാറാമ്മ ചേച്ചിന്റെ ഐ ഡി പർച്ചേസ് ചെയ്യാം, അദ്ദേഹത്തിന്റെ പേരിൽ ഐ ഡി എടുത്ത് അതിലും പർച്ചേസ് ചെയ്യാം, കുഴപ്പമില്ല. അവന് ഐ ഡിക്ക് വേണ്ടിയതെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഐ ഡി ഞാൻ അപ്പൊ ഒരു അത് ഐ ഡി എടുത്ത് ഭീമാമാടം. അവരെയും മാക്സിമം പർച്ചേസ് ചെയ്യാം, ബാക്കി ചേച്ചിയുടെ ഐ ഡി പർച്ചേസ് ചെയ്യാം. ആ ഞാൻ ഭീമാമാടത്തിന് ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇതിൽ ഓക്കെ. ആർക്കെങ്കിലും ഇതുപോലെ പരിചയമുള്ള ആൾക്കാർ ഹോട്ടലിലുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ആദ്യം ഒരു മടി കാണിക്കും, പക്ഷെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കും കേട്ടോ. തീർച്ചയായിട്ടും. നമ്മൾ ഇന്നലെ ഈ കുമാരി ചേച്ചി അവരുടെ അവിടെ ഒരു ഏഹ്, ചടങ്ങുണ്ടായിരുന്നു, മാമോത്സവത്തിന്റെ ചടങ്ങുണ്ടായിരുന്നു, കല്യാണത്തിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, എന്തൊക്കെയോ പ്രോഗ്രാം ആയിരുന്നു. അതിലെല്ലാം കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് അവർക്കൊരു 10-20 ബോട്ടിലിന്റെ ഓർഡർ ഉണ്ട് അവർക്ക്. എല്ലാവരും കഴിച്ച ഓക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഫൈൻ. അപ്പൊ നമ്മള് നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് അവിടെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് നമ്മൾ തവിടെണ്ണ. ആ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് ഈ തവിടെണ്ണയുടെ ഗുണം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഫാമിലി മുഴുവൻ നിങ്ങൾക്ക് തവിടെണ്ണ വാങ്ങിക്കുന്നുണ്ടാവും. ഒരു 10 കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ 100 PV ആയി. ഒമ്പത് തവിടെണ്ണ 99 PV ആയി. ഒരു സോപ്പ് വാങ്ങിച്ച 100 PV ആയി. ആ തവിടെണ്ണ 9 വാങ്ങിക്കുമ്പോൾ അതിന്റെ പ്രൈസ് കണ്ടിട്ടുണ്ടോ? ആ എമൗണ്ടിൽ എത്ര പേസ്റ്റ് ഫ്രീ കിട്ടുന്നറിയോ? 10 വാങ്ങിക്കുമ്പം 5400 വില ആയി, എത്രയും പേസ്റ്റ് നമുക്ക് ഫ്രീ കിട്ടും. അപ്പോൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പക്ഷെ ഇതിനെ പല ആൾക്കാരും ഇത് കേട്ടിട്ട് എന്ത് വേണമെങ്കിൽ വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ആരും പറഞ്ഞുകൊണ്ട് ഒരു സോപ്പ് വാങ്ങിച്ചിട്ട് ഐ ഡി കട്ടാവാതിരിച്ച് അവിടെ കാത്തിരിക്കും. എന്തിനാണോ എനിക്കറിയത്തില്ല. ബിസിനസ് ചെയ്യാൻ വന്നതാണോ അല്ല ഐ ഡി കട്ടാവാതിരിക്കാൻ വന്നതാണോ എന്നും അറിയത്തില്ല. പല ആൾക്കാരും, സാറേ ഒരു പേസ്റ്റ് വാങ്ങിച്ചിട്ട് ഐ ഡി കട്ടാതെ വെക്കാവോ? അത് 35 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം.
എന്തിനാണ് നമ്മൾ ബിസിനസ്സിൽ വന്നത്? വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്ന. ഒരു പേസ്റ്റ് വാങ്ങിച്ചിട്ട് അടി കട്ടാവാതെ ഇരുന്നുകൊണ്ട് വരുമാനം വരുക? അല്ല താഴെയുള്ളവർ പണിയെടുത്തിട്ട് പൈസ കിട്ടുന്ന വെച്ചിട്ടാണോ? ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ. ഇന്നലെ എൻ്റെ ടീമിൽ അശ്വിനി എന്ന് പറഞ്ഞ കുട്ടി ബ്രോൺസ് സെലക്ടർ ആയി. അശ്വിനിന്റെ മേലെ ഒരു വ്യക്തിയുണ്ട്, അശ്വിനിനെ കൊണ്ടുവന്ന വ്യക്തിയുണ്ട്. അവർ ഐഡിയ എടുത്ത് ജോയിൻ ചെയ്ത് കുറച്ച് സാധനം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വാങ്ങിക്കുന്നല്ലാതെ ബിസിനസ് ഒന്നും ചെയ്തിട്ടില്ല. അതിന് താഴെയുള്ള വ്യക്തിയാണ് ബ്രോൺസ് സെലക്ടർ. അവർക്ക് ബ്രോൺസ് സെലക്ടർ ആവാൻ പറ്റിയിട്ടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാക്കാതെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിച്ചു, ആ ജോയിൻ ചെയ്യിപ്പിച്ച വ്യക്തിയാണ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് അതിന്റെ ബ്രോൺസ് സെലക്ടർ ആവാൻ പറ്റത്തുള്ളൂ, ഇവർക്കാവാൻ പറ്റത്തില്ല. അതനുസരിച്ച് ഇവർ വർക്ക് ചെയ്യും. ഇന്നലെ ടീമിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്നലെ കഴിഞ്ഞു. കാരണം ഈ കൊണ്ടുവന്ന വ്യക്തിക്ക് ഏകദേശം 10,000 PV ആയിട്ടുണ്ട്, പക്ഷെ ബ്രോൺസ് സെലക്ടർ ആവാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം താഴെയാണ് വർക്ക് ചെയ്യുന്നത്. താഴെയുള്ള വ്യക്തിയുടെ വോളിയമാണ് വന്നത്. ആ താഴെയുള്ള വ്യക്തി ബ്രോൺസ് സെലക്ടറായി അവർ വരുമാനം വാങ്ങിക്കുകയാണ്. മേലുള്ള വ്യക്തി ഇന്നലെയാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ പുള്ളിക്ക് ഇന്നലെ മനസ്സിലായത്. കാരണം കഴിഞ്ഞ മാസം 1-ാം തീയതി മെസ്സേജ് അയച്ച ശേഷം ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു, സാറേ എനിക്ക് ബ്രോൺസ് ആവാൻ പറ്റും, എൻ്റെ PV കുറേ ആയല്ലോ. ഞാൻ ഇല്ല പറ്റത്തില്ല, താഴെ ഓൾറെഡി ബ്രോൺസ് ആയി. അപ്പോഴാണ് നിനക്ക് കഥ പറഞ്ഞപ്പോഴാണ് അയ്യോ ഇതറിയെങ്കിൽ ഞാൻ കുറച്ച് വർക്ക് ചെയ്തേനെ, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയെന്നാണ്. എന്താ ബിസി എന്നറിയോ? ജോലിയില്ല, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക 2-3 മാസമായിട്ട്. 2-3 മാസമായിട്ട് ഒരു പണിയില്ല. അത് കിട്ടിയിട്ട് 2 ദിവസം ലീവ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയെന്ന് വരും. 3 മാസമായിട്ട് ജോലിയില്ല, ആ ജോലി കിട്ടിയിട്ട് 2 ദിവസം ലീവ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുക, റെസ്റ്റ് എടുക്കാൻ വേണ്ടി. അങ്ങനത്തെ ആളാണ്. അതാണ് ബിസി ആയിപ്പോയത്. എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങൾ ജോലിയുള്ള ആളാണെങ്കിൽ പോലും ഈ ബിസിനസ് എന്തിനാണ് ചെയ്യുന്നറിയോ? ആ ജോലിയിൽ നിന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ആ ജോലിയിലുള്ള സ്ട്രെസ് ടെൻഷനൊന്നും നമുക്കിവിടെ വരുന്നില്ല. അതുകൊണ്ട് മാക്സിമം ഏറ്റവും ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി ഈ ബിസിനസ്സിന് കൊടുക്കൂ. നമ്മുടെ ടീം എന്ന് വെച്ചാൽ വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാർ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്, പ്രൂവ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരാള് സൗദി അറേബ്യയിലുള്ള ഒരു വ്യക്തിയാണ്, അത്രക്കും ബിസി, ജോലി തിരക്ക്, ഓൺലൈനിൽ പോലും അദ്ദേഹത്തിന് വല്ലപ്പോഴേ കിട്ടുന്നു. അദ്ദേഹത്തിന്റെ വരുമാനം ഈ മാസം മിക്കവാറും 30,000 അടുത്തുണ്ടാവും, 25-നും 30-നും അടുത്തുണ്ടാവും. വേറൊരു വ്യക്തിയുടെ വരുമാനം 25 ആയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിനെ കാണാനില്ല, അതുകൊണ്ട് കിട്ടത്തില്ല. അദ്ദേഹം ബിസിനസ്സിലില്ല, 25,000 രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന പൊസിഷനിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്, പക്ഷേ ആൾക്കാർക്ക് മെസ്സേജിൽ കാണാനില്ല അദ്ദേഹം. അദ്ദേഹം അതിൽ കാണുവാണെങ്കിൽ, റിപ്ലൈ തരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വർക്ക് ചെയ്തൊക്കെ 25,000 വരുമാനം വാങ്ങിക്കാൻ പറ്റുകയാണ്. അദ്ദേഹത്തിന് താഴൊക്കെ നല്ല ബിസിനസ് നടക്കുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്? വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ പോലും എടുക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. മാക്സിമം നിങ്ങൾ ബിസിനസ്സിൽ ഇൻവോൾവ് ആവുക, ഫോക്കസ് ചെയ്യുക, ഡെയിലി സംസാരിക്കുക. നിങ്ങൾ അതാണ് നിങ്ങൾ പിശുക്ക് കാണിക്കുന്നത്, അതിന് പോലും മടിയാണ്. പിശുക്ക് കാണിക്കാതിരിക്കുക, സംസാരിക്കാൻ വേണ്ടി. കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ മടിക്കരുത് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മാത്രമേ ഈ ബിസിനസ് വിജയിക്കത്തുള്ളൂ. 1 വർഷമായിട്ട് ഈ ബിസിനസ്സിലുള്ള ആൾക്കാരുണ്ട്, കമ്മ്യൂണിക്കേഷൻ ചെയ്തില്ല, സാധനം വാങ്ങിച്ച് ഉപയോഗിക്കും, ഒന്നും സംസാരിക്കത്തില്ല. എത്ര ആൾക്കാരുണ്ടല്ലോ 1 വർഷമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആൾക്കാർ, ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തില്ല, ബിസിനസ് കുറിച്ച് ഒരു സംശയമില്ല. മറ്റുള്ളവർ വിജയിക്കുന്നുണ്ട്, വരുമാനം വാങ്ങിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമില്ല. പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ട് സാധനം വാങ്ങിക്കുന്ന ആൾക്കാർ. സീരിയസ് ആയിട്ട് ബിസിനസ്സിന് എടുക്കുക കേട്ടോ. എല്ലാവരോടും ഞാൻ പറയാണ്, ഇത് വേറെ ലെവലാണ് ബിസിനസ്. ഇപ്പം നമ്മൾ ട്രെയിനിങ് സെഷൻ ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും 11 മണിക്ക് ട്രെയിനിങ് ഉണ്ട്, ബിസിനസ് പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. പ്രസന്റേഷൻ ചെയ്യാനും MC ചെയ്യാനും, ഇതിൽ എങ്ങനെ ഒരു വ്യക്തിയുടെ ഡൗട്ടുകൾ ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റും, ഇതിൻ്റെ ട്രെയിനിങ് അവൈലബിൾ ആണ് സാർ. 16%. ആ 52 ആ PV അൻസർ ഭായി കണ്ടിട്ടില്ല, അത് ചെയ്തുകൂടായിരുന്നു. ആ 52 PVക്ക് അൻസർ ഭായിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം ബോണസ് 16% വരിക. എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാതെ? നിങ്ങൾക്ക് ഈ മാസം കിട്ടും 12% ബോണസ് കിട്ടുക, അത് 16% ബോണസ് കിട്ടൂലേ? വരുമാനം കൂടുതലായിരുന്നു. നിങ്ങൾ ആ 52 PV പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്താലും ലാഭമായിരുന്നു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ താഴെ വ്യക്തി 12% അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്തിക്കാൻ വേണ്ടി വർക്ക് ചെയ്യൂ. ഇന്നലെ എൻ്റെ ടീമിൽ ബ്രൗൺ സ്ട്രൈക്കർ ആയത് 400 PVക്ക് മേലെ ഷോർട്ടേജസ് ഉണ്ടായിരുന്നു. അവർ പോലും പറഞ്ഞു ആവത്തില്ല സാറേ, 400 PV എവിടെ നിന്ന് ആവാനാണ്? എവിടെ? ഇനി എല്ലാവരും പർച്ചേസിങ് കഴിഞ്ഞില്ല, ഇനി ആരും പർച്ചേസിങ് ഇല്ല, ആവത്തില്ല. ആക്കിയില്ല, അത് സമയത്ത് വർക്ക് ചെയ്ത് 2 മണിക്കൂർ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് 52 PV ചെയ്തിട്ട് നിങ്ങൾ ഈ മാസത്തെ ബോണസ് താഴെയുള്ള വ്യക്തികളുടെ 8% വരും പല ആൾക്കാരും.
ഇപ്പൊ നിങ്ങൾക്ക് 4% കിട്ടത്തുള്ളൂ. ഇപ്പൊ കിട്ടുന്ന വരുമാനേക്കാളും കൂടുതൽ വരുമാനം കിട്ടില്ലായിരുന്നോ? ആ 52 PV പൈസ നിങ്ങൾക്ക് മുതലാവുമായിരുന്നു. അതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അതാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്നും ശ്രദ്ധിക്കും. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ആപ്ലിക്കേഷൻ ഓണാക്കി നോക്കൂ. നിങ്ങൾ ഏത് ലെവലിൽ എത്തിക്കണം, എത്ര PV ഷോർട്ടേജസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഷോർട്ട് പോയിന്റ് തന്നെ സാധനം കാണിക്കും. നെക്സ്റ്റ് ലെവലിൽ അടുത്താണെങ്കിൽ അത് എത്തിക്കാൻ ശ്രമിക്കുക. ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ആപ്ലിക്കേഷൻ നിങ്ങൾ നെക്സ്റ്റ് ലെവൽ എത്ര PV ഷോർട്ട് പോയിന്റ് ഉണ്ട് നോക്കുക. എത്ര PV ഷോർട്ട് പോയിന്റ് ഉണ്ട്, ആ ഷോർട്ട് പോയിന്റ് കൊണ്ട് വർക്ക് ചെയ്യും. എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അതാണ്. ശ്രദ്ധിക്കത്തില്ല എന്നതല്ല, അറിയാൻ താല്പര്യമില്ല, അതാണ്. എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ വലിയൊരു ബിസിനസ്സിലാണ് വന്നിരിക്കണേ. എന്നാൽ ആയിഷ മേഡത്തിന്റെ വീട് കണ്ടോ? കമ്പനി ഫൗണ്ടറെ വന്നിട്ട് വീട്ടിലെ ഹൗസ് വാമിന് വന്നിരിക്കണേ. ഒരു അമ്പലത്തിൽ ഉത്സവം നടന്ന പ്രതീതിയായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നത്. 1 കോടിയുടെ വീടാണ് വെച്ചിരിക്കുന്നത്. വെസ്റ്റേജിലുള്ള 17 സെന്റ് സ്ഥലം വെസ്റ്റേജിന്റെ ഹൗസ് ഫണ്ടിലൂടെ വാങ്ങിച്ചിട്ട് അവിടെ വീട് വെച്ചിരിക്കുക. പട്ടിണി കിടന്ന ഫാമിലിയാണ് അവര്. പട്ടിണിയായിരുന്നവര്. അവർ ഈ ബിസിനസ്സിൽ 2 വീടാ വെച്ചിരിക്കുന്നത്, 3 കാറും. ഏതാ ലൈഫ് നോക്കിയവര്. എന്നിട്ട് ഇന്ന് ആൾക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട്, നിങ്ങളെല്ലാം ഇത് പല ആൾക്കാരും മടിച്ചു നിൽക്കുന്ന ഫിജി കാർഡിലെ കൊണ്ട് പൈസ കളഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് മടിച്ചിരിക്കുന്ന ആൾക്കാർ. ഫിജി കാർഡ് 25,000 കൊടുത്തിട്ട് ഒരു മടിയില്ലാതെ ആ കമ്പനി പൂട്ടിയിട്ടും അവർ ചെയ്യുന്ന, അത് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. എനിക്ക് ആ ഫിജി കാർഡ് പൂട്ടിയെന്നറിയാം, നിർത്തിയെന്നറിയാം, ഇപ്പോഴും സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയും പോലെ അത് പൂട്ടിയെന്ന് നമുക്കറിയാം സാറേ, എന്നാലും ഞാൻ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറഞ്ഞു കൊടുക്കണം. അവർ ഫിജി കാർഡ് എന്ന് പറഞ്ഞ സാധനം മതിയാക്കി. അവർ ബോച്ചെ ടീ തുടങ്ങി, ബോച്ചെ മതിയാക്കി, ബോച്ചെ ബ്രഹ്മി തുടങ്ങി, അത് മതിയാക്കി. ഇപ്പം പുതിയ ഉടായ്പ കഴിഞ്ഞ മാസം തുടങ്ങിയിട്ടുണ്ട്. വീടാണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങൾ വാടക അവിടെ കൊടുക്കേണ്ട, വാടക എനിക്ക് തന്നാൽ മതി, എത്ര വർഷം കഴിയുമ്പോൾ ഞാൻ വീട് തരാമെന്ന് പറഞ്ഞിരിക്കുന്നു ബോച്ചെ. അതും വിശ്വസിച്ച് പോയിരിക്കും ആൾക്കാർ, വാടക കൊടുക്കണ്ടല്ലോ പറഞ്ഞിട്ട്. കുറേ കൊല്ലങ്ങളോളം വാടക കൊടുത്തിട്ട് ഒരു വീടുണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാർ മനസ്സ് മാറ്റാൻ നടക്കുക ചങ്ങായി. അതും വിശ്വസിച്ച് നമ്മൾ ആൾക്കാർ അയാൾക്ക് വാടക കൊടുക്കും. പിന്നെന്താ ചെയ്യേണ്ടല്ലോ, ആ വീടിന്റെ 10 ലക്ഷത്തിൽ വീടാണെങ്കിൽ അതിന്റെ 3 ലക്ഷം ആദ്യമേ കൊടുക്കണം. എന്നുവെച്ചാൽ 2 പേരെ അപ്പുറം ചേർക്കണം. അതാണ് ബോച്ചയുടെ പുതിയ ഉടായ്പ. ഇന്ന് കഴിഞ്ഞ 6 മാസം മുന്നേ ചെയ്ത ബോച്ചെ ബ്രഹ്മി പൂട്ടി, ബോച്ചെ ചായ പൂട്ടി, അതിന് മുന്നേ ഫിജി കാർഡ് പൂട്ടി. പൂട്ടിയ കാര്യം പറയത്തില്ല. പക്ഷെ ഇപ്പോഴും താഴെയുള്ള പാവത്തുങ്ങൾ അത് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ ഒരാൾ സംസാരിച്ച് പറഞ്ഞു, അത് കംപ്ലീറ്റ് പൂട്ടി നമുക്കറിയാം സാറേ. ഇന്നലെ ഞാൻ ഇറക്കിയ പൈസ ഉണ്ടാക്കാൻ വേണ്ടി നടക്കാന്നാണ്, പറ്റിക്കാൻ നടക്കാന്ന്. എൻ്റെ 25,000 എനിക്ക് പിടിക്കാൻ വേണ്ടി ഞാൻ നടക്കാന്നാണ്. എന്ത് ചെയ്യാനെന്നറിയാം. ഇതാണ് നമ്മുടെ നാട്ടുകാർ. പൂട്ടിയ കമ്പനിയിൽ ആളെ പോയി വർക്ക് ചെയ്യാം. എല്ലാവരും ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഓരോരുത്തർ ഇതാണ് ബിസിനസ് ചെയ്തവരാ വരുന്നത് മൊത്തം. അപ്പൊ അവരെ അടുത്തത് പറയുമ്പോഴത്തേക്ക് അവർക്ക് പേടിയാവുന്നു. ഞാൻ പൈസ പറഞ്ഞു, നിങ്ങൾക്ക് പോയിരിക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് പേടി. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾ പൈസ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കുഴപ്പം കൊണ്ട് തന്നെയാണ്. നല്ലൊരു കമ്പനിയുടെ ബിസിനസ് നിങ്ങളെ കൈ കൊണ്ട് തരുമ്പോൾ നിങ്ങൾക്ക് അതിൽ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്ന് ഞാൻ മാത്രം പറഞ്ഞു. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന ഈ 67 പേര് ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റുള്ള കമ്പനികൾ കണ്ടിട്ട് മൈ ലൈഫ് പോലെ, അല്ലെങ്കിൽ ഫിജി കാർഡ് പോലെ, അല്ലെങ്കിൽ ഹൈറിച്ച് പോലത്തെ കമ്പനി അല്ല വെസ്റ്റീജ്. വെസ്റ്റീജിൽ തന്നെ ഉണ്ട് പല ആൾക്കാരും. പക്ഷെ നിങ്ങൾക്ക് നല്ല വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ റെഡി കേട്ടോ. എനിക്കൊരു മടിയില്ലാതെ വിജയിപ്പിച്ചാൽ റെഡിയുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ടീമിലെ പല ആൾക്കാരും അതേപോലെ തന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് അതിനെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന ലീഡർമാരാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. കാരണം അവർ നമ്മളിൽ നിന്ന് എൻ്റെ അടുത്ത് നിന്നാണ് ഒരേ കാര്യങ്ങൾ പഠിച്ചത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ അവരും ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾ അതേപോലെ സഹായിക്കുന്നുണ്ട്, ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. 100% ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണിത്, അത് തിരിച്ചറിയുക. അതുകൊണ്ട് എല്ലാവരും ഉഷാറായി നിൽക്കുക. നിങ്ങൾ എല്ലാവരും നമ്മൾ ഇന്ന് മുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനം മുഴുവനായിട്ടും വെസ്റ്റീജിൽ തന്നെ വാങ്ങിക്കട്ടോ. മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാതിരിക്കുക. വീട്ടിൽ നിന്ന് പെർമിഷൻ ഇല്ലെങ്കിൽ പെർമിഷൻ വാങ്ങിക്കുക. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാരണം നിങ്ങൾ അതിൽ ഇതിലും പോയി പൈസ കളയുന്നതുകൊണ്ടാണ് വീട്ടിൽ നിന്ന് പെർമിഷൻ തരാത്തത്. ആ പെർമിഷൻ വാങ്ങിക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. നിങ്ങൾ അതിൽ ഇതിലൊക്കെ പോയി പൈസ കളഞ്ഞുകൊണ്ട് നാട്ടുകാർ എതിർപ്പായിരിക്കും. നാട്ടുകാർ നിങ്ങളെപ്പോഴും ഉണ്ടാവില്ല. നമുക്ക് നാട്ടുകാരൊന്നും വേണ്ട ബിസിനസ്സിൽ. നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ ബിസിനസ് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കണ്ടിന്യൂ ആക്ഷൻ ചെയ്യുക, കുറച്ച് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുക,
ഓഫറുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതിലെല്ലാ ഓഫറുകളും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കും. ഡിസംബർ മാസം നിങ്ങൾക്ക് എന്തെങ്കിലും പിൻ ലെവൽ അച്ചീവ് ചെയ്യണോ, എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ റെഡിയാണ്. ഞാൻ ഒരു 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനിലുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഏതാ പിൻ ലെവൽ നോക്കുക. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇപ്പം രാവിലെ തന്നെ തുറക്കണം. രാവിലെ ആപ്ലിക്കേഷൻ ചെക്കായിരിക്കും. പുതിയ മാസം സ്റ്റാർട്ട് ആവുന്നതുകൊണ്ട്, പുതിയ ബിസിനസ് മാസം ഇതായതുകൊണ്ട് എല്ലാം കറങ്ങി തിരിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും. ഒരു 2-3 മണിക്കൂറിന് ശേഷം ആപ്ലിക്കേഷൻ ഓൺ ആക്കുക. ഗ്രൂപ്പ് പി വിയിൽ ക്ലിക്ക് ചെയ്യുക. മൈ പി വിയുടെ താഴെ ഗ്രൂപ്പ് പി വി ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നിങ്ങളുടെ നെക്സ്റ്റ് ലെവൽ കാണിക്കും. ഏതാ പെർസെൻറ്റേജ് 12, 8, 16 കാണിക്കുന്നുണ്ടോ, അതിന് എത്ര പി വി ഷോർട്ടേജസ് കാണിക്കുന്നുണ്ടോ അത് എഴുതി വെക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നെയോ നിങ്ങൾ അപ്ലൈന് ആരെയും കോൺടാക്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചിലപ്പോൾ ജോയിനിങ് ഒന്നും ഉണ്ടാകത്തില്ലെങ്കിൽ ജോയിനിങ് ആക്കണം, ടീം ഉണ്ടാക്കണം. കണ്ടിന്യൂ എല്ലാ ദിവസവും പ്രസൻറ്റേഷനിൽ ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുക. മാക്സിമം വർക്ക് ചെയ്യുക. നമുക്ക് ഡിസംബർ മാസം ഏതെങ്കിലും ഒരു പിൻ ലെവൽ നമുക്ക് എല്ലാവർക്കും അച്ചീവ് ചെയ്യണം. ഞാൻ വലിയൊരു ടാർഗറ്റാണ് ഡിസംബർ വർക്ക് ചെയ്യുന്നത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആകുമ്പം ഒരുപാട് ആൾക്കാരുടെ വരുമാനം 25,000 രൂപയാക്കാൻ സാധിക്കും. അപ്പോഴും ഞാൻ നാട്ടിൽ വരും. ഓക്കെ, തൽക്കാലം ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം നടക്കുകയാണ് മലപ്പുറത്ത്. ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു. ടിക്കറ്റൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയി. ടിക്കറ്റ് കിട്ടാനില്ല. മനോജ് സാർ ഇന്നലെ രാത്രിയൊക്കെ ആയിഷ മാഡത്തിനെ വിളിച്ചു ചോദിക്കും ടിക്കറ്റ് ഒന്നും കിട്ടാൻ വഴിയുണ്ട് ചോദിച്ചു. കിട്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ടിക്കറ്റും കഴിഞ്ഞു. വലിയൊരു പ്രോഗ്രാം നടക്കുകയാണ്. ആരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് പോവാതെ ആൾക്കാരുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങൾ ടിക്കറ്റ് എടുത്ത ആൾക്ക് പോവാതെ ആൾക്കാർ എന്നെ അറിയിച്ച് ആ പൈസ ഞാൻ തിരിച്ച് വാങ്ങിച്ചു തരാം. അതുകൊണ്ട് പോകുന്ന ആൾക്കാർ തിരിച്ച് വന്നേക്കല്ലോ കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ പോകാൻ പറ്റാതുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടിയാൽ അവിടെ പൈസ കിട്ടും, തിരിച്ചു കൊടുക്കും. അത് കാരണം അത്രക്കും ആൾക്കാർ ടിക്കറ്റ് കിട്ടാതെ കഷ്ടപ്പെടും. വലിയൊരു പ്രോഗ്രാം ഇന്ന് നടക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു.